ഉറ ഊരി കളഞ്ഞിട്ട് ഇവരിങ്ങനെ വാളുകൊണ്ടും കുത്തുകയാണ്. കറണ്ട് വന്നപ്പോഴാണ് വീട്ടുകാർ കാണുന്നത് ഈ ഡൈനിങ് ടേബിളിൽ ഒരു വാളിരിക്കും. നമ്മൾ ഇയാളെ ഒരു തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ഉപദ്രവം ചെയ്തിട്ടില്ല. ഓരോ ചോദ്യങ്ങളിങ്ങനെ ചോദിച്ച് അവൻ്റെ മനസ്സിന് നമ്മൾ ഡിസോർഡറായി കളഞ്ഞു. ഒരു 7:30 മണിയായപ്പോൾ എന്നെ എനിക്കൊരു കോൾ വരികയായി, സാർ ഞാൻ തൃശ്ശൂർ വന്നിട്ടുണ്ട്, സാറിൻ്റെ ഓഫീസ് എവിടെയാണ്? ആരുടെയെങ്കിലും പേര് ചാർജ് കൊടുക്കാൻ പറ്റുമോ? യഥാർത്ഥ പ്രതിയെ പിടിക്കണ്ടേ? 70% ഇവനാണ് പ്രതി എന്നുള്ള സാഹചര്യ തെളിവുകളിലൂടെ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു. എല്ലാ സ്ഥലത്തും കൂടി ഇങ്ങനെ അറ്റാക്ക് വന്ന് ഒരു നിമിഷം ഇവൻ ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഓരോ കേസന്വേഷണവും ഒരു സമസ്യയാണ്. ഒരുപാട് ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ. ആ ചോദ്യങ്ങളിലൂടെയും ഉത്തരങ്ങളിലൂടെയും സഞ്ചരിച്ച് യഥാർത്ഥ കുറ്റവാളിയിലേക്ക് എത്തുമ്പോഴാണ് ഒരു അന്വേഷണം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. നമ്മോടൊപ്പം ഇന്നുള്ളത് എറണാകുളം റൂറൽ അഡീഷണൽ SP ആയിട്ട് വിരമിച്ച VK രാജു സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. സാറിൻ്റെ ഒരു കുറ്റാന്വേഷണ ജീവിതം. ഞാൻ സർവീസ് വരുന്നത് 1996 അതിനുശേഷം നീണ്ട 31 വർഷത്തെ പോലീസ് ജീവിതം. അങ്ങനെ അഡീഷണൽ SP ആയിട്ട് എറണാകുളം റൂറൽ നിന്ന് ഈ കഴിഞ്ഞ മെയ് 31 റിട്ടയറായി. കഴിഞ്ഞ 2 മാസം ഇങ്ങനെ കുറച്ചൊരു ഫ്രീഡമൊക്കെ അനുഭവിച്ചങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ കൂടെ ഒരു സർവീസ് സ്റ്റോറി എഴുതണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിൽ DTP വരെയുള്ള വർക്കുകളായി. ഒരു 10-25 ചാപ്റ്ററൊക്കെ എഴുതി ആ ഒരു സ്റ്റേജിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോഴാണ് ഇങ്ങനൊരു കോണ്ടാക്റ്റ് വന്നത്. നമ്മൾ ഇത്തരത്തിലൊരു കുറ്റാന്വേഷണത്തിൻ്റെ ഒരു വഴി അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറയുമ്പോൾ അത് ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകുന്നുമുണ്ട്. അതാണ് നമ്മുടെ ഈ ഒരു പരിപാടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ സാറിൻ്റെ കുറ്റാന്വേഷണത്തിൽ ഏറ്റവും ഓർമ്മിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? തീർച്ചയായിട്ടും അതൊരു വേറിട്ട ഒരു അനുഭവം തന്നെയാണ്. നമ്മളൊരു കേസ് അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതൊരു വേറിട്ട അനുഭവമാണ്. നമ്മളെ സംബന്ധിച്ചൊരു സാറ്റിസ്ഫാക്ഷനാണ്, മനസ്സിന് കിട്ടുന്നൊരു വളരെ സന്തോഷകരമായൊരു സംതൃപ്തിയുള്ളൊരു നിമിഷമാണത്. കേസ് തെളിയുന്ന ഒരു നിമിഷം നമ്മൾ സത്യം പറഞ്ഞാലൊരു അമ്മ പ്രസവിക്കുന്ന പോലെയാണ്. പ്രസവിച്ച കുട്ടിയെ കാണുമ്പോഴുള്ള ഒരു സന്തോഷമാണ് നമുക്ക് ആ സമയത്ത് ഫീൽ ചെയ്യുക. എനിക്കങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. എൻ്റെ കേസുകൾ കൂടുതലും വളരെ ലോങ് ആയിട്ടുള്ള കേസ്, ലോങ് പെൻഡിങ് കേസുകളിൽ നിന്നാണ് എനിക്ക് കൂടുതൽ കേസുകൾ ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞത്. അതായത് കുറേ നാളായിട്ട് നിയമത്തിൻ്റെ പരിധിയിൽ അന്വേഷിച്ചിട്ടും അതിനൊരു ഉത്തരം കിട്ടാതിരുന്ന ചോദ്യം, അതാണ് സമസ്യ. ഒരു സമസ്യ പൂർത്തീകരിക്കുമ്പോഴാണ് ഒരു കേസ് അന്വേഷണം. 19 വർഷം പഴക്കമുള്ള കേസുണ്ട്, 15 വർഷം പഴക്കമുള്ള കേസുണ്ട്, 10 വർഷമുള്ളതുണ്ട്, 5 വർഷമുള്ളതുണ്ട്. അങ്ങനെയുള്ള കുറേ കേസുകൾ ഞാൻ ക്രൈംബ്രാഞ്ചിൽ കുറച്ച് കാലം ഇരുന്നിരുന്നു. 2011 തൊട്ട് 15 വരെയുള്ളൊരു കാലഘട്ടം എറണാകുളം ക്രൈംബ്രാഞ്ചിലും അതുപോലെ തന്നെ തൃശ്ശൂർ ക്രൈംബ്രാഞ്ചിലൊക്കെ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നു. ആ സമയത്തുള്ള ഒരു പ്രധാനപ്പെട്ട കേസ് ഞാൻ ആദ്യം അത് പറയാനാണ് ഞാൻ എൻ്റെ മനസ്സ് ഇങ്ങനെ തുടിക്കുന്നത്. ആ ഒരു കേസ് തന്നെ ആദ്യം പറയണമെന്നുള്ളതാണ്. കാരണം അതിലൊരു നിരപരാധി നിയമത്തിൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് നിരപരാധി എനിക്ക് എൻ്റെ ഈ ഒരു സർവീസ് കാലത്ത് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. ഒരു 22 വയസ്സുകാരനായിട്ടുള്ള ഒരു രജീഷ് എന്ന ഒരു പയ്യൻ്റെ അദ്ദേഹം കുറ്റവാളിയായിരുന്നു. അവിടുന്ന് രക്ഷപ്പെട്ട ആ ഒരു കേസ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും അത് തൃശ്ശൂർ ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് കാറളമെന്നും ഒരു ഗ്രാമമുണ്ട്. ആ കാറളത്തൊരു RSSൻ്റെ നേതാവായിട്ടുള്ള രാജപ്പൻ 45 വയസ്സ് കൊലയപ്പെട്ടൊരു കേസാണ്. അത് ഈ സംഭവം നടക്കുന്നത് 2000 ഒക്ടോബർ 10 ഇദ്ദേഹം കൊല്ലപ്പെടുന്നത്. അന്ന് അവിടെ ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ RSSൻ്റെയും CPMൻ്റെയൊക്കെ നല്ല സ്ട്രോങ് ഹോൾഡായിട്ടുള്ളൊരു സ്ഥലമാണ്. രാഷ്ട്രീയ സംഘർഷങ്ങൾ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നൊരു സ്ഥലമായിരുന്നു ഈ ഒരു ഏരിയ. അവിടെയാണ് ഇങ്ങനൊരു കൊല നടക്കുന്നത്. ഈ രാജപ്പൻ എന്ന് പറഞ്ഞാൽ ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള നല്ല ഹൈറ്റുള്ള ചെത്തുകാരനായിരുന്നു. അതുപോലെ തന്നെ RSSൻ്റെ ശാഖയൊക്കെ നടത്തുന്ന ഉത്തരവാദിത്വമുള്ള ഒരാളായിരുന്നു. അപ്പോൾ ദണ്ട് ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഭയങ്കര പ്രാവീണ്യമുള്ള ഒരാളായിരുന്നു രാജപ്പനെ അങ്ങനെ എളുപ്പത്തിൽ ഒരാൾക്കും കീഴ്പ്പെടുത്താൻ പറ്റില്ല. അവിടെ നമ്മൾ ഈ കേസ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്. രാജപ്പനെ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ആളായിരുന്നു രാജപ്പൻ ഒരു ദിവസം കൊലയപ്പെടുകയാണ്. ആ കേസ് ലോക്കൽ പോലീസ് 2000 മുതൽ 2006 വരെ അന്വേഷിച്ചു. അതിലൊരു രജീഷ് എന്നും പറഞ്ഞ 22 വയസ്സുകാരനെ അറസ്റ്റും ചെയ്തു. പക്ഷേ ആ കേസ് അവർക്കത് കുറ്റപത്രം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ
കണ്ടുയോജിച്ച സ്റ്റേറ്റ്മെൻറ്റുകളും സാഹചര്യ തെളിവുകളും ഈ അറസ്റ്റ് ചെയ്ത രജീഷിനെ പ്രതി ആക്കാനുള്ള തെളിവുകൾ പര്യാപ്തമായിരുന്നില്ല. അങ്ങനെ ആ കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് വരികയാണ്. 2006 ആ കേസ് ക്രൈംബ്രാഞ്ച്, സാധാരണ ഒരു കേസ് റിപ്പോർട്ടായി കഴിഞ്ഞാൽ, മർഡർ കേസൊക്കെ റിപ്പോർട്ടായി കഴിഞ്ഞാൽ നമ്മൾ 90 ഡേയ്സിനുള്ളിൽ അത് കുറ്റപത്രം കൊടുക്കും. എല്ലാ എവിഡൻസുകളും ശേഖരിച്ചുകൊണ്ട് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. അങ്ങനെ കുറ്റപത്രം സാധാരണ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ കേസ് അന്ന് ലോക്കൽ പോലീസ്, അന്ന് സർക്കിൾ ഇൻസ്പെക്ടർമാരാണ് ഈ മർഡർ കേസുകളൊക്കെ അന്വേഷിക്കുന്നത്. അവർക്കത് കുറ്റപത്രം കൊടുക്കാനായിട്ട് അന്ന് കഴിഞ്ഞില്ല. പിന്നെ ആ കേസ് 2006 ക്രൈംബ്രാഞ്ചിലേക്ക് വരികയാണ്. ക്രൈംബ്രാഞ്ച് തൃശ്ശൂർ യൂണിറ്റാണ് ആ കേസ് അന്വേഷിക്കുന്നത്. അവരന്വേഷിച്ച് ഞാൻ ഈ ക്രൈംബ്രാഞ്ചിലെത്തുന്നത് 2015 ജനുവരിയിലാണ് തൃശ്ശൂർ എത്തുന്നത്. അന്ന് ഈ കേസുകൾ നോക്കുമ്പോൾ അവിടെ കുറേ കേസുകൾ ക്രൈംബ്രാഞ്ചിലെ ഉണ്ട്. അത് ഈ ഹർട്ട് ആൻഡ് ഹോമിസൈഡ് വിങ്ങാണ്. ഈ മർഡറും അതുപോലെ തന്നെ മറ്റ് അടിപിടി ആയിട്ടുള്ള കേസുകൾ മാത്രമേ ആ വിങ്ങിലുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരുപാട് പഴക്കമുള്ള കേസ് അതാന്ന് പരിശോധിച്ചപ്പോൾ ഏറ്റവും പഴക്കമുള്ള കേസ് ഇതാണ്. 2000 റിപ്പോർട്ടായി, 2015 പോലും അതിനൊരു റിസൾട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഒരാൾ പ്രതിയുണ്ട്, ഇത് ചാർജ് കൊടുക്കാൻ വെച്ചിട്ടിരിക്കുന്നു. അപ്പം ഞാനിത് അന്വേഷിക്കുന്ന കേസ് എഴുതുന്ന സ്ക്രിപ്റ്ററി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. ഞാൻ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറാണെന്ന്, സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയും. ഞാൻ ഗോപിയെ വിളിച്ചിട്ട്, ഗോപി ഇതെന്ത് ഇത്രയും വർഷമായിട്ട് ഈ ഒരു കേസ് ഇങ്ങനെ പെൻഡിങ്ങിലിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഗോപി പറഞ്ഞു, സാർ ഇത് ഞാനും 3-4 വർഷമായിട്ട് ഇവിടെ ഉണ്ട്, പക്ഷേ ഇതിങ്ങനെ കുറ്റപത്രം കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം നോക്കാം, ഈ കേസ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ നല്ലൊരു ടീമുണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. നമുക്ക് നല്ല ടീമിനെ കിട്ടും, നിൽക്കാൻ സാധിക്കുന്ന, കൂടെ നിൽക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അത് അങ്ങനെയല്ല, ഫാമിലി ആയാലും കേസ് അന്വേഷണം ആയാലും പോലീസായാലും ഒരാൾക്ക് ഒരു റോളും ഇല്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന ടീമിനെ ചേർത്ത് നിർത്തി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് കേസ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയണം. അപ്പോൾ ഗോപി 3 വർഷമായിട്ട് കേസ് അന്വേഷിക്കുന്നുണ്ട്. ഗോപിയുടെ രീതിയിൽ ആ കേസുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. ഞാൻ ഗോപിയോട് പറഞ്ഞു, നമുക്ക് ഈ കേസ് ഒന്ന് നോക്കണം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ ചാർജ് എടുത്തുകൊണ്ട് ജനുവരിയിലാണ് ചാർജ് എടുത്തെന്ന് തോന്നുന്നു, 2015 ജനുവരിയിൽ. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ പ്രതി എന്നെ കാണാൻ വരികയാണ്. യഥാർത്ഥ പ്രതി രജീഷ് എന്ന് പറഞ്ഞ ആൾ. അത് അന്ന് അറസ്റ്റ് ചെയ്ത് 45 ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള രജീഷ് എന്ന് പറഞ്ഞ ഒരാളെന്നെ കാണാൻ വരികയാണ്. 2015 വരുന്നത്. ഈ അറസ്റ്റ് ചെയ്യുന്ന സമയം 2000 അയാൾ എന്നെ കാണാൻ വരുന്നത് 2015. 90 ദിവസം വിചാരണ. അയാൾ 45 ദിവസമേ ജയിലിൽ കിടന്നിട്ടുള്ളൂ. അയാൾക്ക് അന്ന് ജാമ്യം കിട്ടി. അയാൾ പുറത്ത് സ്വാഭാവിക ജാമ്യം കിട്ടി, പുറത്തുണ്ട് ഇയാൾ. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ ഏത് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറോ എന്നാലും ഇയാൾ കാണാൻ വരും. വന്നിട്ട് പറയും, ഞാൻ നിരപരാധിയാണ്, ഞാൻ പ്രതിയല്ല, എന്നെ ലോക്കൽ പോലീസ് പ്രതിയാക്കിയതാണ്. തെളിയിക്കേണ്ട ആവശ്യമാണ്. അയാളൊരു ആവശ്യമാണ്. അയാളൊരു കൊലയാളിയായിട്ട് സമൂഹം കാണുന്നത് ആണ്. പക്ഷെ അത് ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്? ഞങ്ങളെപ്പോലെയുള്ള അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കേ അത് കഴിയുള്ളൂ. എല്ലാവരോടും എന്ന് പറയും, എല്ലാവരും നോക്കാം എന്ന് പറയും, ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറയും. ഇതുപോലെ ഇയാൾ വന്ന് ഞങ്ങൾ കേസ് നോക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇയാൾ എന്നെ കാണാൻ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ആ സംഭവം, നിങ്ങൾ പ്രതിയല്ലേ, പിന്നെ എന്താണ് സംഭവം? അപ്പോൾ അയാൾ എന്നോടൊരു കഥ അയാൾ പറയുകയാണ്. അത് നമുക്ക് പിന്നീടത് പറയാം. അപ്പോൾ എനിക്കും അയാൾ പറയുന്നതിൽ സ്വാഭാവികത എനിക്കും തോന്നി. അയാൾ വളരെ ഒന്നും ഇങ്ങനെ ആലോചിച്ചല്ല പറയുന്നത്. അയാളിങ്ങനെ ഫ്ലുവൻ്റായിട്ട് അയാളുടെ ലൈഫ് പറയുകയാണ്. 2000-ലുണ്ടായ ആ ഒരു സംഭവങ്ങളിങ്ങനെ അയാൾ പറയുകയാണ്. ഞാൻ ഗോപിയെ വിളിച്ചു. ഞാൻ ഗോപി ഒന്ന് നോട്ട് ചെയ്യും. ചെറുപ്പക്കാരനല്ലേ, അയാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഭാവി കൂടിയാണ്, അയാളുടെ ഭാവി പോയി. പിന്നെ നമ്മുടെ നിയമവും ഭരണഘടനയും പറയുന്നത് എന്താണ്? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നുള്ളതാണല്ലോ. നമുക്കിതൊന്ന് നോക്കാം. അങ്ങനെ ഗോപിനെ ഞാനൊന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നു. ഗോപി അയാളോട് പറഞ്ഞു, നാളെ വരൂ, ഇന്ന് ഗോപിക്ക് കോടതിയുണ്ട്, നാളെ നിങ്ങൾ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ എത്തിക്കോളൂ, നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഈ രജീഷ് ആളുടെ ഒരു അമ്മാവനോ ആരെയോ കൂട്ടിയിട്ട് ഞങ്ങളുടെ ക്രൈംബ്രാഞ്ച് ഓഫീസ്, അത് തൃശ്ശൂർ ടൗണിനോട് അടുത്ത് തന്നെയാണ്, അവിടെ വരുന്നു. ഡീറ്റെയിലായിട്ടൊരു മൊഴി ഞാൻ ഇവർക്ക് കൊടുത്തൊരു നിർദ്ദേശത്തിന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഒന്നും ചോദിച്ചെടുക്കണ്ട. അയാൾ പറയുന്ന കാര്യങ്ങൾ, അയാൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഈ കേസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും, പിന്നെ അയാളുടെ വിദ്യാഭ്യാസം, അയാളുടെ വീട്, ആരൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളും എല്ലാം, അയാൾ അന്നത്തെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അയാൾ പറയുന്നത് നിങ്ങൾ എഴുതിക്കോളാം. അങ്ങനെ അന്ന് ഗോപി രാവിലെ 10 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 1 മണി വരെ അയാൾ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. 1 മണിക്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് എന്നോട് പറഞ്ഞു, സാർ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു എന്ന് പറഞ്ഞു. അതാകുമ്പോൾ ഒരു 4-5 പേജുണ്ട്, നല്ല ഭംഗിയായിട്ട്, നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ.
അത് എഴുതിക്കൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു ഓക്കെ അയാൾ പൊക്കോട്ടെ. അപ്പോൾ ഞങ്ങൾ ഈ അക്യൂസ്ഡ് സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുക്കുമ്പോൾ കുറ്റാരോപിതരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ അതിനെക്കൊണ്ട് സൈൻ ചെയ്ത് മേടിക്കും. മറ്റേത് കോടതി കൊടുക്കാൻ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് സൈനൊന്നും ആവശ്യമില്ല, അവർ തന്നെയാണെന്നുള്ള നമ്മൾ സൈൻ ചെയ്യാൻ പറഞ്ഞാൽ അതൊന്ന് സൈൻ ചെയ്ത് മേടിച്ചിട്ട് ആൾ പൊക്കോട്ടെ എന്ന് പറഞ്ഞു, ഞാൻ വിളിപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഗോപിയും ഞാനും കൂടി ഇയാൾ പോയതിന് ശേഷം അന്ന് മീൽസൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ഇരിക്കുകയാണ് ഈ കേസിൽ. ഞങ്ങളിരുന്നു. ഞങ്ങളുടെ കൂടെ വേറെ കുറേ ടീമാണല്ലോ. ഒരു ഷാജൻ എന്നും പറഞ്ഞൊരു എസ് ഐ ഉണ്ട്, ബിജു ഉണ്ട്, ഹരിയുണ്ട്, വിനോദുണ്ട്, ഇങ്ങനെ കുറേ പേരുണ്ട്. ഞാൻ എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ വരും. അവരിലൊക്കെ വേറെ കേസുകളാണ്, നിങ്ങളെല്ലാവരും വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ ഇരുന്നു. ഞങ്ങളിങ്ങനെ ഇതുപോലെ ഇങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാൻ പറഞ്ഞു. എല്ലാവരും പേനയും ഒക്കെ എടുത്തോളാൻ പറഞ്ഞു. നമ്മളിനി എന്താണ് അന്വേഷിക്കേണ്ടത്? നിങ്ങൾ ഇത്രയും കാലം നിങ്ങളാരും ഈ കേസ് ഈ പ്രതിയുടെ സൈഡിലൂടെ പോയിട്ടില്ല. നമ്മളെല്ലാം സാക്ഷികളെ കണ്ടെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യാണല്ലോ. ഇനി ഈ 15 വർഷമായിട്ടും നമ്മൾ ചെയ്യാത്തൊരു കാര്യം, നമ്മൾ ഈ പ്രതിയുടെ വെർഷൻ ഇവൻ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെന്നറിയണ്ടേ, എല്ലാവരോടും എന്ന് പറയുന്നു. നമ്മൾ അവൻ്റെ വെർഷനിലൂടെ നമ്മളിനി ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്താണ് ഇതിൽ തോന്നുന്നത്? നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞു. ഇത് വായിക്കും, ഗോപി ഇത് വായിക്കും, നിങ്ങളത് നോട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഗോപി ആ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്നു. ഞങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിലെ മനസ്സിലൊക്കെ ഒരുപാട് സംശയങ്ങൾ വരുന്നു. എല്ലാവരും അത് കുറിച്ച് വെക്കുന്നു. അങ്ങനെ ഒരു മണിക്കൂർ ആ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്നിച്ച് പറയുന്നു, സാർ ഇതിനകത്ത് എന്തോ കാര്യമുണ്ട്, ഇത്രയും വർഷമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് കേസെന്നല്ല വയ്ക്കണം, ഇതിനകത്ത് എന്തോ കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇത് നേരത്തെ തോന്നിയിട്ടില്ല എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് നേരത്തെ ഞങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ടില്ല, 5-6 വോളിയുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല, നമ്മളത് മുഴുവൻ നോക്കിയത് മനസ്സിലാക്കണം, വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ശരി ഓക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരിതൊന്നും പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. പിറ്റേ ദിവസം മുതൽ ഞങ്ങളുടെ പരിപാടി എന്താ, സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക എന്നുള്ളത്. ഈ കേസിലെ 5-6 വോളിയം കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആ വോളിയം ഒരാൾ വായിക്കും. ഇപ്പോൾ ഷാജൻ അത് വായിക്കാൻ പറഞ്ഞാൽ ഷാജൻ അത് വായിക്കും. ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും. ഇപ്പോൾ ലോക്കൽ പോലീസിൻ്റെ വോളിയം അവർ 6 വർഷം അന്വേഷിച്ചതല്ലേ, അവരുടെ 1-2 വോളിയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരാൾ വായിച്ചു, ബാക്കിയുള്ളവരൊക്കെ ഇരുന്നിട്ട് നോട്ടുണ്ടാക്കി. അങ്ങനെ ഈ 5-6 വോളിയവും ഞങ്ങളൊരു 4-5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് വായിച്ചു. കംപ്ലീറ്റ് വായിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം അന്നേരം മനസ്സിലാവുള്ളൂ. പുസ്തകം അടുത്തിരുന്നുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ലല്ലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലൊരു കാര്യം മനസ്സിലായി, ഈ കേസിൽ നമ്മൾ അന്വേഷിക്കേണ്ട എന്തോ ഒരു സാധനം ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് മനസ്സിലായി വായിച്ചു കഴിഞ്ഞപ്പോൾ. ഇവരാരും അതിനു മുമ്പ് വ്യക്തമായിട്ട് വായിച്ചിട്ട് ഇവരൊക്കെ ഈ നമ്മൾ അന്വേഷണം ഏറ്റെടുത്തു എന്നും പറഞ്ഞൊരു CD അങ്ങ് എഴുതി. പിന്നെ നമ്മുടെ അന്വേഷണമാണ്, മുന്നിലെ കഥ എവിടം വരെ എത്തി എന്നുള്ള സംഭവങ്ങൾ. അങ്ങനെ ഞങ്ങളെല്ലാവരും അപ്ഡേറ്റായി, ഈ കേസിനെ കുറിച്ച് എല്ലാവർക്കും നോളജായി. ഞാൻ പറഞ്ഞു നാളെ എല്ലാവരും 9 മണിക്ക് എത്തുക, നമ്മൾ ഇരിങ്ങാലക്കുടയ്ക്ക് പോവുകയാണ്, കാറിലത്തേക്ക് നമ്മൾ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരൊക്കെ നല്ല ഉഷാറായി. 8:30 എല്ലാവരും 8:30 എത്തി. അപ്പോൾ ഞാൻ 3-4 പേരെ വണ്ടി കയറ്റി ഞങ്ങൾ നേരെ അവിടെ. ആരോടും നമ്മൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ കാറിലത്ത് വരുന്നുണ്ടെന്ന്. 15 വർഷം കഴിഞ്ഞില്ലേ, നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടോ ഒന്നും ഇവരൊന്നും അറിയിച്ചില്ല. മക്കളൊക്കെ വലിയ മക്കളൊക്കെ ഈ മരിച്ച രാജപ്പൻ്റെ. അങ്ങനെ ഞങ്ങൾ നേരെ കാറിലത്ത് പോയി ഈ മരിച്ച രാജപ്പൻ്റെ വീട്ടിലൊന്ന് പോയി. അപ്പോൾ അവിടെയൊക്കെ പോയി കണ്ടു, കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ അവിടുന്ന് ഇയാൾ മരിച്ച് കിടന്നൊരു സ്ഥലമുണ്ട്, ഒരു 500 മീറ്ററൊക്കെ ഉള്ളൂ വീട്ടിൽ നിന്ന്. ഇങ്ങനെ വന്ന് ഒരു റോഡ്, ആ റോഡിൻ്റെ സൈഡിൽ ഒരു ചെറിയ ഒരു വഴിയുണ്ട്. ആ വഴിയിൽ ചെളിയൊക്കെ ഉണ്ടായിരുന്ന സമയം അന്ന് അവിടെയാണ് ഇയാൾ കുത്തുകൊണ്ട് മരിച്ച് കിടന്ന സ്ഥലം. അതാണ്. അവിടെയൊക്കെ പോയി ഞങ്ങൾ അന്വേഷണം നടത്തി. ഞങ്ങളുടെ മനസ്സിൽ കുറേ സ്റ്റേറ്റ്മെൻറ്റ് തന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, രാമകൃഷ്ണൻ, ഭാർഗവി എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ആ വീടൊക്കെ ഞങ്ങൾ അതൊക്കെ എന്നൊക്കെ നോക്കി, ഈ സംഭവ സ്ഥലമായിട്ട് എത്ര ദൂരം ഉണ്ടെന്നൊക്കെ നോക്കി. അങ്ങനെ ഞങ്ങളവിടെ ഒരു റിസർച്ചൊക്കെ നടത്തി. ഞങ്ങളൊരു മഹസർ എഴുതുമല്ലോ, അറിയാമല്ലോ, ഒരു മഹസർ, സംഭവ സ്ഥല മഹസർ, ലോക്കൽ പോലീസ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ മഹസറൊക്കെ ഞങ്ങൾ നോക്കി. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവിടെ ഈ കണ്ട സ്ഥലത്തൊരു സ്റ്റേ കാണുന്നു, പോസ്റ്റിൻ്റെ സ്റ്റേ ഉണ്ട്. ഈ പറഞ്ഞ സംഭവങ്ങൾ തൊട്ടപ്പുറത്ത് അന്ന് വേലിയായിരുന്നു, പിന്നെ മതിലായി മാറി. അത്ര വ്യത്യാസങ്ങളൊക്കെ ഉള്ളു. നല്ല വീതിയുള്ള വഴികൾ, തൊട്ടപ്പുറത്തെ വീട് കുറേ അങ്ങ് ഞങ്ങൾ ഓടിപ്പോയെന്ന് പറഞ്ഞ വഴിയിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു. രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 10:30 ഞങ്ങൾ ചെന്നിട്ട് തിരിച്ച് ഞങ്ങൾ സ്റ്റേഷനിൽ വന്നത് ഒരു 2-2:30. അപ്പം അത്രയും സമയം ഞങ്ങൾ ഈ സംഭവ സ്ഥലവുമായിട്ട് ഞങ്ങൾ വളരെ അടുത്തൊരു ബന്ധം. ഇവരാരും സത്യം പറഞ്ഞാൽ ഇവരൊന്നും പോയിട്ടില്ല അവിടെ. ഇവർ 15 പതിറ്റാണ്ടോളം കഴിഞ്ഞാണ്
അപ്പോൾ അത്രയും കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ സ്ഥലത്ത് ചെല്ലുന്നത്. സംഭവ സ്ഥലം ചെല്ലുന്നു. നമ്മൾ ഒരു കഥ വായിച്ചിട്ട് നമ്മളെ സ്ഥലം കാണാൻ പോകില്ലേ? ഞാൻ ഈ ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചിട്ട് ഒ വിജയൻ്റെ ആ സ്ഥലം കാണാൻ ഞാൻ പോയിരുന്നു. അപ്പോൾ നമുക്ക് നന്നായിട്ട് അങ്ങ് ഫീൽ ചെയ്യും ആ ഒരു സംഭവം ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ സ്ഥലത്ത് നമ്മൾ പോയി ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലിങ്ങനെ ആ ഇൻസിഡൻറ്റും ആ കൊല ചെയ്യപ്പെടുന്നതൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. നമ്മുടെ മുന്നിലേക്ക് ഈ സംഭവങ്ങളൊക്കെ വരികയാണ്. ഞങ്ങൾ ഓരോന്നും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒരാൾ മാസ്റ്റർ വായിക്കുന്നു, ബോഡി കിടന്ന സ്ഥലം, മുണ്ട് കിടന്ന സ്ഥലം, വാളിൻ്റെ ഉറ കിടന്ന സ്ഥലം, ചെരുപ്പുകൾ കിടന്ന സ്ഥലം എല്ലാം അതെല്ലാം ഞങ്ങളിങ്ങനെ കണ്ട് അവിടെയൊക്കെ ഞങ്ങളിങ്ങനെ മാർക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് ഇരുന്നു. ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഈ കേസാണ് നമ്മളിനി അന്വേഷിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ വേറെ കേസ് ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കാൻ പോകുന്ന ഈ ഒരു കേസാണ്. ഇതിലെന്തോ സംഭവമുണ്ട് എന്ന് പറഞ്ഞു. കാരണം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നമ്മളെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം ഉണ്ടാകുമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ 1 വർഷം, അല്ലെങ്കിൽ 2 വർഷം, ചിലപ്പോൾ 6 മാസം. ഇത് ഉറപ്പൊന്നുമില്ല. വേറെ ഒരു സ്റ്റേഷനിലേക്ക് പോസ്റ്റ് ചെയ്താൽ എന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ ലോക്കൽ സ്റ്റേഷനിലേക്ക് പോസ്റ്റ് ചെയ്തു. ഞാൻ ആ സമയത്ത് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ കേസ് ഒരു പക്ഷേ തെളിയില്ലായിരുന്നു. ഒരു നിയോഗമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം മുതൽ ഈ കേസിൽ കുറേ ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഇവരെയൊക്കെ അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പക്ഷേ ഇവരെയൊക്കെ നമ്മൾ കാണണമല്ലോ. ഞാനെന്ന വ്യക്തി ഇവരെ കാണുകയും ഇവരെ സംസാരിക്കുകയും വേണം. ഇവർക്കൊക്കെ നോട്ടീസ് കൊടുക്കാൻ പറയും. അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും അവിടെ പോകണം, നമ്മൾ അവിടെ ഇരിക്കണം. നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതിലെ ആണുങ്ങളായിട്ടുള്ള ആൾക്കാർ കുറച്ച് പേരൊക്കെ മരിച്ചുപോയി. അവർക്കെല്ലാവരും നമ്മൾ നോട്ടീസ് കൊടുത്തിട്ട് നമ്മുടെ ഓഫീസിലേക്ക് നമ്മൾ വിളിപ്പിച്ചു. അവർ വന്നു കഴിഞ്ഞാൽ അവരെന്നെ വന്ന് കാണും. ഞാൻ അവരുമായിട്ട് ഒരു 1/2 മണിക്കൂർ സംസാരിക്കും. അപ്പോൾ ഗോപി എൻ്റെ അടുത്തുണ്ടാവും. എന്നിട്ട് ഇവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പഴയ സ്റ്റേറ്റ്മെൻറ്റായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കും. എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിനോടുകൂടി ആഡ് ചെയ്യും. അല്ലെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല. വിളിച്ചൊരു ചെറിയ മുന്നേ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പൊരുത്തക്കേടുണ്ടെങ്കിൽ നമ്മളത് നോട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ ഈ കേസ് ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ സംഭവം ഉണ്ടായതിന് ശേഷം വിനോദ് എന്നും പറഞ്ഞൊരാൾ അവിടെ നിന്ന് പോയിട്ടുണ്ട്, ഈ സ്ഥലത്തുനിന്ന് പോയിട്ടുണ്ട്. ഈ വിനോദിനെ പോലീസ് ഒരു തവണ വിളിച്ച് മൊഴിയെടുത്തിട്ടുണ്ട്. പിന്നെ അവൻ്റെ ഒരു 164 മജിസ്ട്രേറ്റിനെ കൊണ്ട് അവൻ്റെ ഒരു മൊഴി എടുപ്പിച്ചിട്ടുണ്ട്. ആ മൊഴിയിലാണ് പറയുന്നത് രജീഷ് കുത്തി, എന്നിട്ട് രജീഷ് ഓടി. ഞാൻ അവൻ്റെ പിന്നാലെ ഓടിയിട്ട് അവനെ കിട്ടിയില്ല. അവൻ കണ്ടു, കുത്തുന്ന ഞാൻ കണ്ടു, അങ്ങനെ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇവൻ്റെ ഈ മൊഴി നമ്മൾ വായിക്കുമ്പോൾ വളരെ ആ സംഭവങ്ങൾ വളരെ കൃത്യമാണെന്ന് നമുക്ക് തോന്നും. അവൻ്റെ മൊഴിയിൽ എന്താ പറയുന്നത്? ഞാൻ ഈ രാജപ്പൻ ചേട്ടൻ്റെ വീട്ടിൽ പോയി. ഞാൻ ഗൾഫിലായിരുന്നു. ഞാൻ ഗൾഫിൽ നിന്ന് വന്നു, ഈ രാജപ്പൻ ചേട്ടൻ്റെ വീട്ടിൽ പോയി. ഞങ്ങളുടെ ബന്ധുവാണ്, വരുമ്പോഴൊക്കെ ഞാൻ പോകാറുണ്ട്. അന്ന് നല്ലൊരു കുപ്പിയൊക്കെ ഞാൻ കൊണ്ടുവന്നിരുന്നു. ചേട്ടൻ്റെ ചെത്ത് ആണല്ലോ. അപ്പോൾ അവിടെ പോയി ഞാനൊരു കുപ്പിയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും 2 പെഗ്ഗൊക്കെ അടിച്ച് അവിടെ സംസാരിച്ചിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ഇങ്ങനെ ഈ രജീഷിനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്, അവന് പെങ്ങളുടെ പിന്നാലെ നടക്കുകയാണ്, അവനെ അച്ഛനെ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിട്ട് എന്തിനാണ് കല്യാണം ആലോചിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവനോട് അതൊന്ന് ചോദിക്കണം, ചേട്ടൻ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ വിനോദ് പോയിട്ട് രാജപ്പനോട് പറയുകയാണ്, ഇങ്ങനൊരു രജീഷിനെ കൊണ്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നമുക്കതൊന്ന് ചോദിക്കാൻ പോകണമെന്ന് പറയുക. അവരോട് അയാൾ പറഞ്ഞു, ഈ രാജപ്പൻ അന്ന് ചെത്തൊക്കെ കഴിഞ്ഞിട്ട്, വൈകുന്നേരത്തെ ചെത്തൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് വീട്ടിലിരിക്കുന്ന സമയത്താണ് ഈ രജീഷ് ചെല്ലുന്നത്. അപ്പോൾ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് ഒരു 2 പേരും കഴിച്ചിട്ട് വിനോദും രാജപ്പനും കൂടി, രാജപ്പനൊരു സൈക്കിളാണ് ഉള്ളത്, സൈക്കിൾ ഒരു ദണ്ടെടുത്ത് വെച്ചു. ഇവരുടെ ഒരു ദണ്ടുണ്ടല്ലോ ഇവരുടെ, അതെടുത്ത് സൈക്കിളിൽ ഇങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കെട്ടി വെച്ചു. ഈ വിനോദ വീട്ടിൽ വന്നത് അവനൊരു കയൻറ്റ് ഹോണ്ടുണ്ട്. ആ കയൻറ്റ് ഹോണ്ടല്ല വന്ന, ആ കയൻറ്റ് ഹോണ്ട അവിടെ സൈഡിൽ വെച്ചിട്ട് ഇവൻ്റെ ഒരു വാളുണ്ടായിരുന്നു. ആ വാള് വിനോദ് വെച്ചിരുന്നത് ഈ സൈക്കിളിൻ്റെ ഉറയില്ലേ, സൈക്കിൾ ട്യൂബ് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് വെച്ചിരിക്കും. ഇത് മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ കുറേ ഭാഗം കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യണം. ഇത് രാജപ്പൻ്റെ മകള് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിൽ ഇയാളുടെ കയ്യിലൊരു വാളുണ്ടായിരുന്നു എന്നുള്ളൊരു സംഭവം, വിനോദിൻ്റെ കയ്യിലൊരു വാളുണ്ടായിരുന്നു എന്നുള്ളൊരു സംഭവം നമ്മൾ പിന്നീട് നമുക്ക് കിട്ടിയിട്ടുള്ളതും സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കണ്ട കാര്യങ്ങളാണ്.
അപ്പോൾ അങ്ങനെ ഇവർ ഈ സൈക്കിളുമായിട്ട് അവരത് രണ്ടുപേരും കൂടി സംസാരിച്ചിട്ട് വരികയാണ്. ഞങ്ങൾക്ക് കിട്ടിയ വേറെ കുറേ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 500 മീറ്റർ ഇവർ നടന്നാൽ ഈ പറഞ്ഞ സ്ഥലത്തെത്തി. ഈ വരുന്ന വഴി വിനോദ് ഈ വാള് ഇങ്ങനെ ഊരിയിട്ട് ഈ വേലിയുടെ പത്തലുകൾ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ വെട്ടി വെട്ടി വരികയാണ്. വെട്ടി വെട്ടി വരുന്നത് കണ്ടതായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇത് വൈകുന്നേരം ഒരു 6:30-ക്കും 7 മണിക്കും ഒക്കെ ഇടയ്ക്കുള്ള സംഭവമാണ്. മരണം റിപ്പോർട്ട് ചെയ്യുന്ന 7 മണിയായി കാണുമെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ വഴിയിലെ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് കറക്റ്റ് വന്ന അത് കറക്റ്റാണ്. ഇങ്ങനെ അവർ പറയുന്ന എല്ലാം അന്ന് നമ്മൾ ചെല്ലുമ്പോൾ ഈ ചീമക്കൊന്ന എന്ന് പറഞ്ഞൊരു മരം ഉണ്ടല്ലോ ഇങ്ങനെ പത്തൽ, അതിൻ്റെ ഈ ഇലയൊക്കെ ഇങ്ങനെ റോഡിലോട്ട് ഇങ്ങനെ വീണ് കിടക്കുന്നു. അതാണ് ഇവൻ ഇങ്ങനെ അതിപ്പോഴും കാണാം, ചില സ്ഥലങ്ങളിൽ അത് ഇപ്പോഴും കാണാം. ഈ വെട്ടി വെട്ടി വന്നു എന്നുള്ള 1-2 സ്റ്റേറ്റ്മെൻറ്റ് 1-2 പേരൊക്കെ അവർ കണ്ടിട്ടുണ്ട്. ഇവനിങ്ങനെ വരുന്നതും സൈക്കിളിൽ തള്ളി ഇങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് വരുന്നതും. അവർ വന്ന് ഈ സംഭവം നടക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തൊരു വളവാണ്. അവിടെ അവർ നിന്നു. അവർ നിന്നെന്തിനു വേണ്ടിയിട്ടാണ്? രജീഷ് കുറച്ച് ഈ ഇതിന് വടക്ക് ഭാഗത്തിരിക്കുന്നത് വിനോദ് ഇങ്ങനെ വരുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ട്. രജീഷിൻ്റെ വീട് വിനോദിൻ്റെ വീട് കുറച്ച് ദൂരെയാണ്. വിനോദ് അവൻ്റെ കയറ്റുകൊണ്ടിൽ വരുമ്പോൾ രജീഷും അവൻ്റെ ഒരു കൂട്ടുകാരൻ ജോപ്പനും കൂടി അവിടെ ഒരു ഈ കുളത്തിൻ്റെ സൈഡിൽ ഇരിക്കുന്നത് വരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ വന്ന് ചോദിക്കണമെന്ന് പറഞ്ഞ് ഇതൊക്കെ റെഡിയാക്കി പെട്ടെന്ന് വിളിച്ച് കൊണ്ടുവന്ന് ഇവരോട് വെയിറ്റ് ചെയ്യാണ്. ഇതൊരു പാസ് ചെയ്തിട്ട് വേണം രജീഷിന് പോകാൻ. അപ്പോൾ രജീഷും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 7:30 ഏതാണ്ട് ആ സമയമായപ്പം രജീഷിൻ്റെ സുഹൃത്ത് ജോപ്പൻ എന്ന് പറഞ്ഞൊരു പയ്യനുമായിട്ട് അവർ അതുവഴി വരികയാണ്. അവരൊരു പിന്നെ ഇതുവഴി വരുന്ന സമയത്ത് ഈ രാജപ്പൻ ഇവരെ തടഞ്ഞു നിർത്തിയാണ്. നീ എന്തിനാടാ വിനോദിൻ്റെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയത്? വിനോദിൻ്റെ അച്ഛനെ നീ തല്ലി എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ രജീഷ് പറഞ്ഞു, രജീഷ് ഒരു ഹൈറ്റ് കുറവാന്നേ ഉള്ളൂ, ഒരു 90 കിലോയൊക്കെ ഉണ്ട്, ഭയങ്കര കട്ട ഒരാളാണ്, പൊക്കം കുറവാണ്. രജീഷ് പറഞ്ഞു, രാജപ്പൻ ചേട്ടൻ ഈ കാര്യത്തിലൊന്നും ഇടപെടണ്ട, ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു. രാജപ്പനത് ഇവനിങ്ങനെ പറഞ്ഞപ്പോൾ ആൾ പ്രായമുള്ള ആൾ, ഇവന് നേരെ പകുതി വയസ്സേ ഉള്ളൂ, ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആൾ വടിയിൽ നിന്ന് ഇയാളെ സൈക്കിളിൽ നിന്ന് ഡണ്ടിങ് വലിച്ചെടുത്ത് ഇവനെ അടിക്കാനായിട്ട് വീശുന്നു. അത് കഴിഞ്ഞിട്ട് ഇവനെ ഓടി, ഈ അടി കൊള്ളാതിരിക്കാൻ ഓടുന്നു. നമ്മുടെ വിനോദ് വാളെടുത്ത് ഇവനെ വെട്ടാൻ പോകുന്നു. അപ്പം ഒരേ സമയത്ത് 2 അറ്റാക്ക് വരുമ്പോൾ ജോപ്പൻ നേരെ റോഡിലൂടെ ഓടി, ഇവൻ്റെ കൂട്ടുകാരൻ റോഡിലൂടെ. ഇവനൊരു ഈ ഇടവഴിയിലൂടെ ഇവനും ഓടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തി. അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഈ ഞാൻ നേരത്തെ സ്റ്റേ പറഞ്ഞില്ലേ, മാസറിൽ സ്റ്റേയെ തട്ടി വീഴുന്നു. സ്റ്റേയെ തട്ടി താഴെ വീഴുന്നു. ഈ സമയത്ത് രജീഷ് കുത്തിയെന്നുള്ളതാണ് ലോക്കൽ പോലീസിൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന കേസ്. അത് പറഞ്ഞിരിക്കുന്ന ആരാണ്? വിനോദ് ഒരു സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി 164 മൊഴിയും കൊടുത്തിട്ടുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ രജീഷിനെ പ്രതിയാക്കിയത്. രജീഷിനെ പ്രതിയാക്കുന്നത് എങ്ങനെയാണ്? രജീഷ് ഇവിടുന്ന് ഓടി, അവൻ്റെ മുണ്ടൊക്കെ പോയി, അഴിഞ്ഞു പോയി. പിന്നാലെ വിനോദ് ഓടിക്കൊണ്ടിരിക്കുക. ഈ കത്തിയും പിടിച്ചിട്ടുണ്ട്, വാളും പിടിച്ചിട്ടുണ്ട്. വിനോദ് ഓടുന്നു. ഇതൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. അവരെങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട് അവൻ നേരെ ബാംഗ്ലൂർ പോയി. അവിടെ പെരിങ്ങോട്ടുര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവൻ്റെ ബന്ധുവിൻ്റെ വീടുണ്ട്. അവിടെ ചെന്നിട്ട് പോയ വഴി അതൊരു വീട്ടിൽ നിന്ന് അയൽ കിടന്ന ഒരു മുണ്ടെടുത്ത് കൊടുത്തു. അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പെരുങ്ങോട്ടുരെ പോയി. അന്നൂരെ കാശൊക്കെ സംഘടിപ്പിച്ച് നേരെ ബാംഗ്ലൂർ പോയി. രജീഷ് ബാംഗ്ലൂർ പോയി. വിനോദ് എന്ത് ചെയ്തു? വിനോദ് ഇവൻ്റെ പിന്നാലെ കുറേ ഓടി. അപ്പോൾ അവൻ പാടത്തേക്ക് ഇറങ്ങിപ്പോയി, കിട്ടിയില്ല. വിനോദ് തിരിച്ച് വന്നിട്ട് ഇവിടെ ഇരുന്ന സൈക്കിളും എടുത്തിട്ട് നേരെ രാജപ്പൻ്റെ വീട്ടിലേക്ക് പോയി. വിനോദ് പിന്നെ ആ സ്പോട്ടിലേക്ക് എത്തിയിട്ടില്ല. ഈ മരിച്ചു കിടക്കുന്ന സ്പോട്ടില്ലേ, അവിടെ വന്നിട്ടില്ല. അവൻ വേറെ വീടിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കയറി വന്നിട്ട് റോഡിൽ നിന്ന് സൈക്കിളും എടുത്ത് നേരെ, അപ്പോൾ ഇരുട്ടായി, നേരെ രാജപ്പൻ്റെ വീട്ടിൽ പോകുന്നു. അവിടെ ചെന്ന് സൈക്കിൾ അവിടെ വെക്കുന്നു. അവിടെ കിടന്നിരുന്ന മുണ്ട് എടുത്ത് ഇവൻ ഉടുക്കുന്നു. അപ്പോൾ രാജപ്പൻ്റെ മോള് ചോദിക്കുന്നുണ്ട്, അച്ഛനെന്തേ? അച്ഛൻ വരുമെന്ന് പറഞ്ഞു. അച്ഛൻ പിന്നാലെ വരും എന്ന് പറഞ്ഞ് ഇവൻ അവിടുന്ന് നേരെ ഇവൻ്റെ വണ്ടിയും സ്റ്റാർട്ട് ചെയ്ത് വിനോദ് സ്ഥലം വിട്ട് പോകും. ഇതാണ് കേസ്. വിനോദ് നേരെ പോയിട്ട് ഇവിടെ വെള്ളാനി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കാട്ടൂർ വെള്ളാനി. അവിടെ പോയിട്ട് ഇയാളുടെ ബന്ധുവുണ്ട്, ആ വീട്ടിൽ ചെന്ന് ഇവനവിടെ പോയിട്ട് പുറത്ത് ബാത്റൂം ഉണ്ടായിരുന്നു, അവിടെ കുളിച്ച് പുള്ളി ഷായി അവിടുന്ന് ഒരു പാൻറ്റും
ഒരു ഷർട്ടും വാങ്ങിച്ചിട്ട് ഇവനങ്ങ് ധരിക്കുകയാണ്. കുറച്ച് പൈസയും വാങ്ങിച്ചോളൂ, എൻ്റെ കയ്യിൽ വേറെ പൈസയൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഇവൻ ഈ കയ്യിലൊരു വാളുണ്ടായിരുന്നല്ലോ, ഈ വാള് അവൻ ആ ഡൈനിങ് ടേബിളെ കൊണ്ട് വെച്ചു. ആ സമയത്ത് കറണ്ടില്ലായിരുന്നു, പവർ കട്ടായിരുന്നു. അവിടെ കൊണ്ട് വെച്ചു. ഇവൻ കുളി കഴിഞ്ഞൊക്കെ വന്ന് ഇവനിതെല്ലാം മാറി അരമണിക്കൂർ കൊണ്ട് ഇവന് എല്ലാം കഴിഞ്ഞ് ഇവൻ അവിടുന്ന് പോവുകയും ചെയ്തു. ഈ കറണ്ട് വന്നപ്പോഴാണ് വീട്ടുകാർ കാണുന്നത് ഈ ഡൈനിങ് ടേബിളിൽ ഒരു വാളിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പും പറയുന്നുണ്ട് ഒരു കശപിശ ഉണ്ടായെന്ന് പറയുന്നത്. ഇത്രേ പറഞ്ഞുള്ളൂ. എന്ത് പറ്റിയിടാന്ന് ചോദിച്ചു. പിന്നെ മറ്റേ മേത്ത് മുഴുവൻ അഴുക്കല്ലേ, ചെളിയാണ് മേത്ത് മുഴുവൻ. ഒരു കശപിശ ഉണ്ടായെന്ന് പറയും. അങ്ങനെ ഇവൻ പെട്ടെന്ന് വേറെ സംസാരിക്കാനും അവസരം കിട്ടിയില്ല. പെട്ടെന്ന് ഇവൻ അവിടുന്ന് പോകുന്നു. ഇവൻ പിന്നെ ലോറി കയറി ബസ് കയറി ഇവൻ നേരെ ബോംബെക്ക് പോയി. പോയി. പിന്നെ ഇവൻ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇവനെ വിളിച്ച് വരികയും ലോക്കൽ പോലീസ് വിളിച്ച് വരുത്തിയിട്ട് ഇവൻ്റെ ആരൊക്കെ ബന്ധുക്കൾ പറഞ്ഞു വിട്ട് ഇവിടെ കൊണ്ടുവരുന്നു, മൊഴിയെടുക്കുന്നു. അവൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള കേസ് രജിസ്ട്രേഷനും അറസ്റ്റും കാര്യങ്ങളുമാണ് പിന്നെ നടന്നത്. ഇവൻ്റെ വീട് നമ്മുടെ രജീഷിൻ്റെ വീട് പിന്നെ ആക്രമിക്കപ്പെടുന്നു. അവിടെ പൊളിറ്റിക്കലി സ്ട്രോങ് ആണല്ലോ. അങ്ങനെ രജീഷ് മറ്റ് രാഷ്ട്രീയ ഇടപെടലൊക്കെ വന്നതോടുകൂടി രജീഷ് സറണ്ടർ ആവുന്നു കോടതിയിൽ. ബാംഗ്ലൂരിൽ നിന്ന് അവന് വന്ന് കോടതി ഒരു വക്കീൽ മുഖാന്തരം കോടതിയിൽ സറണ്ടർ ആവുന്നു. സറണ്ടറായിട്ട് ഇവനെ റിമാൻഡ് ചെയ്യുന്നു. 45 ദിവസം കഴിഞ്ഞപ്പോൾ അവന് ജാമ്യം കിട്ടുന്നു. അവൻ വീണ്ടും ഇവിടുന്ന് മാറി നിൽക്കുന്നത്. ഈ ഭാഗത്തേക്ക് പിന്നെ വന്നിട്ടില്ല. അവന് ഭീഷണിയും കാര്യങ്ങളായി മാറി നിൽക്കുന്നു. ഈ കേസാണ് ഇങ്ങനെ ഒരു എങ്ങനെ ചാർജ് കൊടുക്കും എന്നുള്ള തരത്തിൽ ഇതിങ്ങനെ പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീട്ടിൽ വാളുകൊണ്ട് വെച്ചെന്ന് പറഞ്ഞല്ലോ, ആ ഉടമസ്ഥൻ അന്ന് ലോക്കൽ പോലീസിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഇന്നലെ വിനോദ് ഇവിടെ വന്നിരുന്നെന്നും വിനോദ് ഇവിടെ ഒരു വാളുകൊണ്ട് വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ലോക്കൽ പോലീസ് അവിടെ പോയിട്ട് അവർ മഹസറിൽ ആ സംഭവം എടുത്തു. മഹസറിലെടുത്തിട്ട് അവരത് നമ്മൾ ഫോറൻസിക്കിന് അയക്കുമല്ലോ, അതിലെന്തെങ്കിലും രക്തത്തിൻ്റെ അംശം ഒക്കെ ഉണ്ടാകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരത് ഫോറൻസിക്കിന് അയച്ചു. ആ ഫോറൻസിക് അയച്ച് നമ്മളത് പിന്നാലെ നിന്നെങ്കിൽ മാത്രമേ റിസൾട്ട് പെട്ടെന്ന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ഡിലേ ആവും, കുറേ വർഷങ്ങൾ ഡിലേ ആവും. അത് കിട്ടിയത് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് കിട്ടുന്നത്. അത് കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് അതിനകത്ത് കിടപ്പുണ്ട്, ഈ നമ്മുടെ ഫയലിൽ കിടപ്പുണ്ട്. മനുഷ്യരക്തമാണെന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യരക്തം ആ വാളിലുണ്ട് എന്നുള്ളത്. ആ വാൾ ആരെയിലിരുന്ന വിനോദിൻ്റെ ഇരുന്നാണ്. എന്നാൽ മനുഷ്യരക്തമാണെന്ന് നമ്മൾ ചോദിക്കും. കാരണം മനുഷ്യൻ്റെ രക്തമാകാം, മൃഗത്തിൻ്റെ രക്തമാകാം, അല്ലേ? ഇനി പിന്നീടുള്ള നമ്മുടെ അടുത്ത ചോദ്യം എന്താണ്? ഇതിൻ്റെ ഒറിജിൻ എന്താണ്? ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? അല്ല, നമ്മളങ്ങനെ ചോദിക്കില്ല. നല്ല നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് ഇപ്പോൾ O പോസിറ്റീവ്, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ O പോസിറ്റീവ്, രാജപ്പൻ്റെ O പോസിറ്റീവ് ആണെങ്കിൽ 100% ഉറപ്പായി രാജപ്പൻ്റെ ഈ ഒരു വൂണ്ടുണ്ടാകാനായിട്ട് കാരണമായത് ഈ ഒരു ആയുധമാണെന്ന് മനസ്സിലായി. പിന്നെ അത് ആയുധം ആരുടെ കയ്യിലാണ് ഇരുന്നതെന്നും ഒക്കെ കാര്യങ്ങൾ മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതിയല്ലേ. അപ്പോൾ അത് നമ്മുടെ റിസൾട്ടിലില്ല. ഇതിൻ്റെ ഗ്രൂപ്പ് എന്നുള്ളത് ഇല്ല, മനുഷ്യരക്തമാണെന്നുള്ളതുണ്ട്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു, ഈ ആയുധമാണ് ഈ രാജപ്പൻ മരിക്കാൻ ഉണ്ടാക്കിയ വൂണ്ട് ഉണ്ടാക്കിയെന്നുള്ളത്. പക്ഷെ കാലിൻ്റെ ഈ ഭാഗത്തിലാണ് കുത്ത് കിട്ടിയത്, നേരെ ഇപ്പുറത്തേക്ക് വന്നു. അപ്പം ഈ നമ്മുടെ തൊടാഭാഗത്തുള്ള പിന്നെ വെയിനൊക്കെ നേരെ തലച്ചോറിലേക്കൊക്കെ പോകുന്ന വെയിനുകളല്ലേ, അവിടെ കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ബ്ലഡ് പെട്ടെന്ന് യൂസ് ചെയ്ത് പോകും. അങ്ങനെ ബ്ലഡ് പോയിട്ടാണ് ഇയാൾ ശരിക്കും രക്തം മാറുന്നതാണ് ഇയാൾ ശരിക്കും മരിക്കുന്നത്. അപ്പോൾ ആ കുത്തിൽ അയാൾക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴും പറ്റാത്ത തരത്തിലെ അവസ്ഥ ആയിപ്പോയി. ഇപ്പം ഈ കേസാണ് ഇങ്ങനെ 5-6 വോളിയമായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഈ കേസ് കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് എന്താ വരുന്നത്? ബ്ലഡ് ഉണ്ട്, മറ്റേ ആയുധത്തിൽ ബ്ലഡുണ്ട്, അത് മനുഷ്യ ബ്ലഡാണ്. പിന്നെ നമ്മൾ അടുത്ത എന്താ സ്വാഭാവികമായിട്ടൊരാൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആവണ്ട, ഒരു സാധാരണ മനുഷ്യൻ പിന്നെ എന്താ ചെയ്യുക? വിനോദിനെ അവനെ കസ്റ്റഡിയിലെടുക്കണം, അവനെ ചോദ്യം ചെയ്യണം. പക്ഷെ പിന്നീട് ആ തരത്തിലൊരു അന്വേഷണവും നമ്മൾ ആ ഫയലിൽ കണ്ടില്ല. ഇവൻ ഗൾഫിലാണ്. പിന്നെ ഇവൻ അതിനുശേഷം വന്ന് 164 കൊടുത്തതിന് ശേഷം ഈ 15 വർഷമായിട്ട് പിന്നെ വിനോദ് നാട്ടിലേക്ക് വന്നിട്ടില്ല. വിനോദ് അവൻ്റെ സഹോദരി, അവൻ്റെ സഹോദരൻ, അച്ഛനമ്മ ഇവരെല്ലാവരെയും കൊണ്ട് ആ വീട് ഉപേക്ഷിച്ച് അവർ ബോംബെക്ക് പോയി.
ബോംബെക്ക് പോയിട്ട് ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടെ താമസിച്ചു. അതിന് 1 വർഷം കഴിഞ്ഞപ്പോൾ ഇവൻ നേരെ ഗൾഫിലേക്ക് പോയി. അവിടെ വെച്ച് സഹോദരിയുടെ വിവാഹം ഒക്കെ നടത്തി. അവർ പിന്നെ ഈ ബോംബെയിൽ സെറ്റിൽഡാണ്. പിന്നെ അവിടെ അവർ ജീവിക്കുകയാണ്. അപ്പോഴും അവിടെ നമുക്കൊരു സംശയം സ്വാഭാവികമായിട്ട് വരും. ഇവൻ പ്രതിയല്ല, ഇവൻ സാക്ഷിയാണെങ്കിൽ ഇവൻ എന്തിന് നാട് വിട്ടു പോകണം? ഈ 15 വർഷമായിട്ട് ഇവൻ എന്തിന് സ്വന്തം നാട് വിട്ടു പോകണം? നാട് വിട്ടു പോകേണ്ട ശരിക്കും ആരാ? രജീഷ. അവൻ നാട് വിട്ടു പോയിട്ടില്ല. അവൻ അവിടെ പെരിങ്ങോട്ടേരിയിലും ആ ഭാഗത്തുണ്ട്. പക്ഷെ അവൻ ഇവിടെ വരാൻ പേടിയാ. ഈ കാറിലത്ത് വരാൻ അവന് പേടിയാ. ഇയാൾ മരിച്ചതല്ലേ, ഇനി തിരിച്ച് ആക്രമിക്കപ്പെടുകയെന്ന് എഴുതിയിട്ട് അവൻ അങ്ങോട്ട് പോകാറില്ല. അവൻ ഈ പറഞ്ഞ ഇവൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ അവൻ കഴിയുകയാണ്. അങ്ങനെ അപ്പോൾ ഇവൻ്റെ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഈ നമുക്ക് രജീഷ് നമുക്ക് തന്ന സ്റ്റേറ്റ്മെൻറ്റുമായിട്ടൊരു റിലേഷൻ അതിൽ വരുന്നു. ഞാനല്ല ചെയ്തത്, അത് വിനോദാണ് ചെയ്തത്. എൻ്റെ പേരിൽ കുറ്റം ആരോപിച്ച് ഞാനിപ്പോൾ 15 വർഷമായിട്ട് ഇങ്ങനെ മർഡർ കേസിൽ പ്രതിയായിട്ട് കഴിയണമെന്നുള്ള അവൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഘട്ടം നമുക്കത് ശരിയാവണമെന്നൊരു തോന്നൽ വരുന്നു. പിന്നീടുള്ള വേറൊരു സംഭവം നമ്മൾ നോക്കുമ്പോൾ ഇവൻ ഈ നാട്ടിലുള്ള ഇവരുടെ ബന്ധുക്കളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വിനോദ് എന്ന് മാത്രമല്ല, വിനോദിൻ്റെ ഫാമിലിക്ക് പോലും ഈ ഇവിടെയുള്ള ഇവൻ്റെ മറ്റ് ബന്ധുക്കളൊക്കെ ഉണ്ടല്ല, ഇവരോട് ചോദിച്ചിട്ട് ആരുടെ കയ്യിൽ ഇവൻ്റെ മൊബൈൽ നമ്പറില്ല, വിനോദിൻ്റെ നമ്പരൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ വിനോദിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ വിനോദിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിയപ്പോൾ അവൻ്റെ ഒരു അടുത്ത കൂട്ടുകാരുണ്ടായിരുന്നു വിനോദിൻ്റെ. ഈ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ഇവൻ്റെ നമ്പർ നമുക്ക് ലഭിക്കും. ബന്ധുക്കളുടെ കയ്യിൽ ആരുടെ കയ്യിലും ഇല്ല. ആരും ചോദിച്ചിട്ട് നമുക്ക് നമ്പർ തന്നിട്ടില്ല. അവരില്ലെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങളുമായിട്ട് യാതൊരു കോൺടാക്റ്റും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് വിനോദിൻ്റെ നമ്പർ ഞങ്ങൾ കളക്ട് ചെയ്തു. അതിനകത്ത് നമുക്ക് വേറെ ഒന്നും കിട്ടാനില്ല. ഈ കോൾ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും കിട്ടാനില്ല. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു വല്ലപ്പോഴും എന്നെ വിളിക്കുമായിരുന്നു, ഇപ്പോൾ ഈ നമ്പരാണോന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇതിൻ്റെ അഡ്രസ്സ് എടുത്തപ്പോൾ ബോംബെയിലെ ഒരു ഫ്ലാറ്റിൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് എടുത്തിരിക്കുന്ന സിമ്മാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ അതിൽ കുറച്ച് കോൾസും ഒക്കെ നോക്കിയപ്പോൾ ചില ആൾക്കാരെയൊക്കെ വല്ലപ്പോഴും ഒക്കെ ഇയാൾ വിളിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇയാളുടെ വീട് എവിടെയെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോഴാണ് അറിയുന്നത് ഇയാൾ ഗൾഫിലാണ്. വല്ലപ്പോഴും വരുള്ളൂ. 3-4 വർഷം കൂടുമ്പോൾ ഇയാൾ ബോംബെയിൽ നേരെ ഗൾഫിൽ പോയി. ബോംബെക്ക് വരും, നമ്മുടെ നാട്ടിലേക്ക് വരില്ല. അങ്ങനെ നമ്മുടെ ഒരു ടീമിനെ വിട്ടിട്ട് ഇവൻ്റെ ലൈവായിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മൾ കളക്ട് ചെയ്തു. ലൈവായിട്ടുള്ള ഇത് അതിന് മുമ്പുണ്ടായിരുന്ന നമ്പറാണ്. ആ ലൈവായിട്ടുള്ള മൊബൈൽ നമ്പർ കണക്ട് ചെയ്തിട്ട് ഞാൻ അതിലേക്കൊരു മെസ്സേജ് അയക്കുകയാണ്. ഹായ് വിനോദ്, ഐ ആം ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ സോ ആൻഡ് സോ കേസസ്, ഐ വാണ്ട് ടു സീ യു. അതും അതിന് ഞാനൊരു മെസ്സേജ് ജസ്റ്റ് കോൺടാക്ട് ചെയ്തോട്ടെ. നിങ്ങളുടെ ഒരു 164 സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസ് ചാർജ് കൊടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് കോംപ്ലിക്കേഷൻ ഈ കേസിലുണ്ട്, അതുകൊണ്ട് ഈ കേസ് ഇപ്പോഴും ചാർജ് കൊടുത്തിട്ടില്ല. എന്നാണ് നിങ്ങൾക്ക് തൃശ്ശൂരൊന്ന് വരാൻ പറ്റുക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, ഞാൻ പിന്നെ ഗൾഫിലാണ്, ഞാൻ ഇനി നാട്ടിൽ വരുമ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ്. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ ഡെയിലി കോണ്ടാക്റ്റായി. ഒരു 3-4 മാസം ഇയാളുമായിട്ട് നല്ല കോണ്ടാക്റ്റായി. പിന്നെ ഞാൻ പറഞ്ഞു ഇനി ഒന്ന് പെട്ടെന്ന് വന്നിട്ട് പോയിക്കോളൂ, ഞങ്ങളത് പെട്ടെന്ന് ഈ തീർപ്പാക്കാം, വിനോദിൻ്റെ പേരിൽ പെട്ടെന്നത് ചാർജ് കൊടുത്ത് അവസാനിപ്പിക്കാം, ഇനി അത് വെച്ച് നീട്ടണ്ടെന്നൊക്കെ പറഞ്ഞില്ല. ഒരാഴ്ചയ്ക്കുള്ളിയും വന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവൻ ട്രെയിനിൽ അത് ബോംബെക്ക് വന്നു. ബോംബെയിൽ നിന്ന് നേരെ ട്രെയിനിൽ തൃശ്ശൂർ രാവിലെ ഒരു ദിവസം ഒരു 7:30 മണിയായപ്പോൾ എനിക്കൊരു കോൾ വരികയായി, സാർ ഞാൻ തൃശ്ശൂർ വന്നിട്ടുണ്ട്, സാറിൻ്റെ ഓഫീസ് എവിടെയാണെന്നുള്ള. അപ്പോൾ ഞാൻ നമ്മുടെ ആൾക്കാരെയൊക്കെ വിളിച്ചു, അവരെല്ലാവരും വിളിച്ചു, അവരെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും പെട്ടെന്ന് വന്നു. ഞാൻ 8:30 ഞാൻ റെഡിയായി, ഞാൻ ഓഫീസിലെത്തി. ഒരു ഓഫീസൊക്കെ പറഞ്ഞു കൊടുത്തു, അവിടെ വന്നു. അപ്പോൾ ഞങ്ങളിത് കുറേ ചോദ്യങ്ങളുണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ, കുറേ ചോദ്യങ്ങൾ, ഞങ്ങളെല്ലാവരും കൂടി കുറേ ചോദ്യങ്ങളുണ്ടാക്കി വെച്ചിരിക്കുക, ഞങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ. വിനോദ് അവിടെ വന്നു, വിനോദിനെ നമ്മൾ കണ്ടു, വിനോദിനെ സംസാരിച്ചു, വിനോദിനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. വിനോദ് എൻ്റെ മുന്നേ വന്ന് ഇങ്ങനെ ഇരിക്കുക. വിനോദിനോട് ചോദിച്ചു, സാറ് എന്താ സാർ ഇത്രയും നാളായിട്ട് ഇത് ചാർജ് കൊടുക്കാത്തത്? ഞാൻ വിനോദിനോട് പറഞ്ഞു, വിനോദ് ആരുടെയെങ്കിലും പേര് ചാർജ് കൊടുക്കാൻ പറ്റുമോ? യഥാർത്ഥ പ്രതിയെ പിടിക്കണ്ടേ? ആ യഥാർത്ഥ പ്രതി ഇന്നിവിടെ വന്നിട്ടുണ്ട്,
ഇനി ഞങ്ങൾ ചാർജ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇവൻ്റെ ഫേസൊക്കെ അങ്ങനെ മാറി. പിന്നെ നമ്മൾ അതിനു മുമ്പ് വന്ന് കണ്ട് ചിരിച്ച് എല്ലാവരോടും ചിരിച്ച് സംസാരിച്ച ആൾ പെട്ടെന്നങ്ങ് ചേഞ്ച്. അത് നമ്മളൊരു സൈക്കോളജിക്കൽ അറ്റാക്കാണ്. അത് നമുക്ക് അതിൻ്റെ ഒരു 70% ഇവനാണ് പ്രതി എന്നുള്ള സാഹചര്യ തെളിവുകളിലൂടെ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ 30% നമ്മൾ പ്രൂവ് ചെയ്യണം. അത് ഇവൻ കൺഫസ് ചെയ്താൽ മതി എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവൻ പിന്നെ ഒന്നും സംസാരിക്കത്തില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്, ഇനി നിനക്ക് നിൻ്റെ വായിൽ നിന്ന് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് നീ പറയണം, പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞു. അവനിങ്ങനെ ഒന്നുമില്ല സാർ, ഞാൻ അന്ന് മൊഴി കൊടുത്തിരുന്നു, രജീഷ് കുത്തുന്നത് ഞാൻ കണ്ടു, കുത്തിയിട്ട് അവൻ ഓടിപ്പോയി, ഞാൻ അവനെ പിടിക്കാൻ നോക്കി, പക്ഷെ എനിക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഞാനത് പോലീസിനോട് ഞാനത് പറഞ്ഞിരുന്നു എന്നൊക്കെ ഇവൻ വീണ്ടും അവനങ്ങ് പറയുകയാണ്. പിന്നെ ഞാൻ എല്ലാവരെയും വിളിപ്പിച്ചു, എല്ലാവരും അവിടെ ഇരിക്കാൻ പറഞ്ഞു. എല്ലാവരെയും ചോദ്യങ്ങളാണ്, നിറയെ ചോദ്യങ്ങളാണ്, ഭ്രാന്ത് പിടിക്കും. അവിടെ ഇരുന്നു ചോദിച്ചു, നീ എന്തിനാ ബോംബെക്ക് പോയത്? നീ കേസിൽ ഒന്നുമല്ല, നിൻ്റെ കൂടെ വന്ന രാജപ്പൻ, നിന്നെ സഹായിക്കാൻ വന്ന രാജപ്പൻ കുത്തുകൊണ്ടു വീണു. സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം ചെയ്യുക എന്താണ്, നീ കുത്തിയാലും ഇനി രജീഷ് കുത്തിയാലും നമ്മളെന്താ ചെയ്യുക? ഒന്നെങ്കിൽ നമ്മൾ ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കണമല്ലോ. ഒരാൾ പിന്നെ അവിടെ മരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുമല്ലോ. ബ്ലഡ് പോയി മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. നമുക്ക് പറ്റുമെങ്കിൽ ഒരു തുണി കൊണ്ടൊന്ന് കെട്ടാൻ പറ്റിയ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു ഒഴുക്ക് നിൽക്കും. അതൊന്ന് ക്ലീൻ ചെയ്ത് പെട്ടെന്ന് അടുത്തൊക്കെ ഹോസ്പിറ്റലുണ്ട്, കാർലത്തൊക്കെ അടുത്ത് യൂണിറ്റി ഹോസ്പിറ്റൽ എന്നൊരു ഹോസ്പിറ്റൽ തൊട്ടടുത്തുണ്ട്. അവിടെ എത്തിച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ ബ്ലഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ കഴിയും. നീ എന്തിനാ പെട്ടെന്ന് ബോംബെക്ക് പോയി എന്തിനാണ് എന്ന് ചോദിച്ചു. സാർ പേടിച്ചിട്ടാണെന്ന് പറഞ്ഞു. നീ എന്തിനാ പേടിക്കുന്നത്? അല്ല ഇങ്ങനെ കുത്ത് കിട്ടി എന്നിങ്ങനെ അറിഞ്ഞു. നിനക്കെന്താ പ്രശ്നം? നിൻ്റെ കൂടെ നീയും രാജപ്പനും കൂടിയല്ലേ മറ്റവനെ അന്വേഷിച്ച് പോയത്, നീ എന്തിനാണ് നാടുവിട്ട് പോയെന്ന് ചോദിച്ചു. അതിന് മറുപടിയില്ല. നീ അന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഒരു വാളുണ്ടായിരുന്നല്ലോ, ആ വാളവിടെ വെച്ചു. അവനെ കുറച്ചേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാനത് അവിടെ ബന്ധുവിൻ്റെ വീട്ടിൽ, വാഴാനിയുള്ള ബന്ധുവിൻ്റെ വീട്ടിൽ വെച്ചിരുന്നു. നീ എന്താ അവിടെ വെച്ചിട്ട് പോയേ? അത് പവർ കട്ടായിരുന്നു. ഞാൻ കുളിച്ച് റെഡിയായി പെട്ടെന്ന് ഞാൻ പോയി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് വാളിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ട് എനിക്കെടുക്കാൻ പറ്റിയില്ല, ഞാനത് കളയണം എന്ന് കരുതിയാന്ന് പറഞ്ഞു. ഓക്കെ, അതിൽ ബ്ലഡ് ഉണ്ടായിരുന്നല്ലോ. അതിനൊന്നും മറുപടിയില്ല. അതിൽ ബ്ലഡ് ഉണ്ടായിരുന്നുള്ളൂ, മനുഷ്യൻ്റെ ബ്ലഡ് ഉണ്ടായിരുന്നുള്ളൂ. രജീഷിൻ്റെ ആയുധം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ചോദിക്കേ, രജീഷിൻ്റെ ആയുധം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ആദ്യമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ജോപ്പൻ പറഞ്ഞല്ലോ ആയുധം ഇല്ലായിരുന്നു പറഞ്ഞല്ലോ. ജോപ്പനിവിടെ ഉണ്ട്, ജോപ്പനെ വിളിപ്പിക്കാം. ജോപ്പൻ ഒക്കെ നമ്മൾ ഫോണിൽ എല്ലാവരും ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ജോപ്പനെ വിളിപ്പിക്കാം. അങ്ങനെ ഇത് എല്ലാ സ്ഥലത്തും കൂടി ഇങ്ങനെ അറ്റാക്ക് വന്ന് ഒരു നിമിഷം ഇവൻ ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഒറ്റ നിമിഷം പിന്നെ പറയാം സാർ ഞാൻ പറയാം. അതിൽ പിന്നെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ നമ്മളോട് കാര്യങ്ങളൊക്കെ പറയും. ആ ഒരു കേസ് നമ്മൾ ഇയാളെ ഒരു തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ഉപദ്രവം ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങളൊരു 5-6 പേരിരുന്ന് ഒരു നിമിഷം കളയാതെ തുടരെ ഓരോ ചോദ്യങ്ങളിങ്ങനെ ചോദിച്ച് അവൻ്റെ മനസ്സിന് നമ്മൾ ഡിസോർഡറായി കളഞ്ഞു. അവൻ്റെ കൺട്രോൾ അവൻ്റെ കയ്യിൽ നിന്ന് പോയി. എന്ത് ആണ് ഇനി പറയേണ്ടത് എന്നുള്ള അതെല്ലാം അവന് നഷ്ടപ്പെട്ടിട്ട് ഇത് ചിലതിനൊന്നും മറുപടിയില്ല. ഞാൻ എന്തിനു പോയി, നിൻ്റെ പെങ്ങളുടെ കല്യാണം, പിന്നെന്താ നിങ്ങളിങ്ങോട്ട് തിരിച്ചു വരാതെ, നീ എന്തിനാ അവരെ കൊണ്ടുപോയത്, അങ്ങനെയുള്ള 100 ചോദ്യങ്ങളാണ് ഉള്ളത്. ഓരോരുത്തരിങ്ങനെ ഇരുന്നിങ്ങനെ ചോദിച്ചു. സാർ ഞാൻ പറയാമെന്ന് പറഞ്ഞു. ആ ഒറ്റ ഇതിലേക്ക് വന്ന് നീ പറഞ്ഞോളൂ, നിൻ്റെ വായിൽ നിന്ന് കേട്ടാൽ മതി, ഞങ്ങൾക്കെല്ലാം അറിയാം. പിന്നെ അവന് കഥ പറയുകയാണ്. പിന്നെ അങ്ങനെയാണ് ആ കേസ് ഡിറ്റക്ഷനാകുന്നത്. നമ്മുടെ കയ്യിൽ 70% എവിഡൻസും പിന്നെ ഇവൻ്റെ ഒരു 30% അതിലേക്കുള്ള ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് എന്നുള്ള സംഭവം. ഇയാളെന്താ പറഞ്ഞേ? ഇയാൾ പറഞ്ഞത് ഈ രജീഷിനോട് ഒരു ഭയങ്കര ദേഷ്യം. ഇവൻ്റെ പെങ്ങളുമായിട്ട് അടുപ്പത്തിലായിരുന്നു. അടുപ്പ് മാത്രമല്ല, അവർ കാണാറുണ്ട്. അവിടെ ഒരു ആൻറ്റിയുടെ വീടുണ്ട്, അവിടെ ഇവർ ആഴ്ചയിലൊക്കെ അവിടെ ആ സ്ഥലത്തൊക്കെ പോകാറുണ്ട്.
അത് ഇവനറിഞ്ഞു. ഇവനത് അറിയുമ്പോൾ ഗൾഫിലാണ്. ഇവിടുന്ന് ആരോ ഇവനെ വിളിച്ച് പറഞ്ഞാണ് കല്യാണം ആലോചിക്കാൻ പറഞ്ഞു. സഹോദരിക്ക് ഒരുപാട് വയസ്സൊന്നും ആയിട്ടില്ല, 18 വയസ്സൊക്കെ കഷ്ടിച്ചായിട്ട് കല്യാണം ആലോചിക്കാൻ പറഞ്ഞു. ഈ കല്യാണം ആലോചിക്കുന്ന സമയത്ത് ഇവൻ ആ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി. അവളിപ്പോൾ കല്യാണം ആലോചിക്കാൻ പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കുന്നു, രജീഷ്. അപ്പോൾ അവൻ്റെ അച്ഛനുമായിട്ട് പ്രശ്നമായി, അല പിടിച്ച് തള്ളി താഴെ വീഴുകയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഇതറിഞ്ഞിട്ടാണ് നാട്ടിലെത്തുന്നത്. ഗൾഫിൽ നിന്ന് നാട്ടിലെത്തുകയും നമ്മുടെ രാജപ്പൻ്റെ വീട്ടിൽ ചെന്ന് സഹായം അഭ്യർത്ഥിക്കുകയും, രാജപ്പൻ അവിടുത്തെ ഒരു നേതാവാണല്ലോ, സഹായം അഭ്യർത്ഥിക്കുകയും ഇവർ വരികയും, ഈ വരുന്ന സമയത്ത് ഈ രണ്ടും പേരും ആ സ്ഥലത്ത് വെച്ച് കാണുകയും, കണ്ടു കഴിഞ്ഞിട്ട് രാജപ്പൻ ചോദ്യം ചെയ്ത് ഇഷ്ടപ്പെടാതെയാണ് രാജപ്പൻ ചേട്ടൻ ഇതിൻ്റെ ഇടപെടണ്ട എന്ന് രജീഷ് പറയുന്ന സമയത്ത് ഇവൻ വാളെടുത്ത് വീശുന്നു. രാജപ്പൻ ഈ ദണ്ട് കൊണ്ട് അടിക്കാനുള്ള സമയം തോന്നുന്നു. അത് കൊള്ളാതിരിക്കാൻ വേണ്ടി ഇവൻ പോയി വീഴുന്നത് ഈ സ്റ്റേയിലാണല്ലോ. സ്റ്റേ ഉള്ള വിവരം ഇവർക്കറിയില്ല. സ്റ്റേയിൽ തട്ടി ഇവനിങ്ങനെ വീഴുകയാണ്. ഈ സമയത്ത് തന്നെ രാജപ്പനും പിന്നാലെ ഓടിയിട്ട് രാജപ്പനും വീഴുന്നു. ഇവൻ കുത്തുകയാണ് എടുത്തിട്ട്, ഈ ഉറ ഊരി കളഞ്ഞിട്ട് ഇവനിങ്ങനെ വാളുകൊണ്ടും കുത്തുകയാണ്. അവൻ കുത്തുന്നത് രജീഷിനെയാണ്. പക്ഷെ അത് കയറിയത് രാജപ്പന്. ആക്സിഡന്റിലാണ്. അത് ആക്സിഡന്റിലാണ് ശരിക്കും. കാരണം അവൻ കൊല്ലില്ലല്ലോ, ഇയാളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടിയല്ല. അവൻ്റെ ഉദ്ദേശം എന്താണ്? രജീഷിനെ കൊല്ലുക എന്നുള്ളതാണ്. പക്ഷെ രജീഷ് എഴുന്നേറ്റ് ഓടിയപ്പോൾ അവന് മനസ്സിലായി ഇത് അവൻ്റെ തല വെച്ച് കൊടുക്കാം എന്നവൻ പ്ലാൻ ചെയ്യണം. പിന്നെ ആ പ്ലാൻ ചെയ്തിട്ട് പക്ഷെ അവൻ്റെ മനസ്സോടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ലേ. അത് പ്ലാൻ ചെയ്ത് അവനെ പ്രതിയാക്കാം എന്ന് തീരുമാനിച്ചിട്ട്, പക്ഷെ അവന് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. കാരണം പോലീസ് നിരന്തരമായി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊളിയും, അവനറിയാം. അങ്ങനെയാണ് ഇവൻ ഈ രജീഷിൻ്റെ തലയിലേക്ക്, രജീഷ് പിന്നെ ചിത്രത്തിലില്ലല്ലോ, പ്രതിയാണ്. രജീഷ് കുത്തി ഓടി. ഈ സ്ഥലം വിട്ടത് രജീഷ് പേടിച്ചിട്ട്. അവിടെ പിന്നെ പാർട്ടി ശക്തി കേന്ദ്രമല്ലേ. ഇവരും പിന്നെ ശാഖയിലൊക്കെ പോകുന്ന ആളാണ്, രജീഷും പോകുന്ന ആളാണ്. പക്ഷെ അവന് അവിടെ തിരിച്ചു വരാനുള്ള ധൈര്യമില്ല. അങ്ങനെയാണ് അവനോടൊന്ന് മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ അവനെ ആക്രമിക്കപ്പെടാം. ഇയാൾ പ്രതിയാണെന്ന് നാട്ടിൽ തന്നെ സംസാരമുണ്ടായി. നാട്ടിൽ പിന്നെ സംസാരമുണ്ടായി. രജീഷ് കുത്തി കൊന്നു എന്നുള്ള തരത്തിൽ മൊത്തം ന്യൂസായല്ലോ. കാരണം ഇവർ രണ്ടുപേരും കൂടി വരുന്നു. ഒരിക്കലും വിനോദ് കുത്തിയെന്ന ആൾക്കാർ വിശ്വസിക്കില്ലല്ലോ. രജീഷ് ഇത് പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരു അറ്റാക്ക് ആക്സിഡൻ്റലി ഉണ്ടായ ഒരു അറ്റാക്കല്ലേ. ഇതറിയാവുന്ന ആരാ? ജോപ്പനറിയാം. ഇവൻ്റെ കയ്യിൽ ആയുധമില്ലെന്നും അറിയാവുന്ന ആളാരാ? ജോപ്പന് മാത്രമേ അറിയാവുള്ളൂ ഇവൻ്റെ ആയുധമില്ലാന്ന്. ഇവൻ്റെ കയ്യിൽ ആയുധമില്ലാന്ന് ജോപ്പനറിയാം. ഇവൻ അവിടുന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് ജോപ്പനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇവനായിട്ട് ബന്ധപ്പെട്ട എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും വിശ്വസിച്ചിട്ടില്ല. ഇവരുടെ ധാരണ ഇവൻ്റെ കയ്യിൽ ആയുധമുണ്ടായിരുന്നു. പക്ഷേ അപ്പുറത്ത് വേറൊരു സാധനം ഉണ്ട്, ബ്ലഡ്. പക്ഷെ ആ ബ്ലഡിൽ അന്ന് ഒരു പോലീസിൻ്റെ പിന്നാലെ പോവുകയും ആ ബ്ലഡിൻ്റെ ഒറിജിൻ അത് ഓ പോസിറ്റീവാണോ ഓ നെഗറ്റീവാണോ അന്നുകൂടി അത് അന്നത്തെ റിസൾട്ടിൽ ആ സാധനം ഉണ്ടായിരുന്നെങ്കിൽ 100% ഇത് വിനോദാണെന്ന് അന്ന് തന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ ഇത് ഒരു ലോക്കൽ പോലീസ് അന്വേഷണം നടത്തി രജീഷിനെ പ്രതിയാക്കി വെച്ചൊരു സാധനം ഒരാൾക്കും അത് ഒളിച്ചടുക്കി അയാളെ മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതാണ് അവിടുത്തെ ഒരു സംഭവം. ഞാനെന്താ ചെയ്തത്? നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് എൻ്റെ മേലുദ്യോഗസ്ഥന്മാർ, അന്ന് വിൻസെൻ്റ് എംപോൾ സാറാണ്, ക്രൈംബ്രാഞ്ച് ADGP കേട്ടിട്ടില്ല, വിൻസെൻ്റ് എംപോൾ സാർ. അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കണ്ടിട്ട് ഞാൻ ഈ കേസ് മുഴുവൻ ബ്രീഫ് ചെയ്തു. അതിന് മുമ്പ് തന്നെ ഇത് നമ്മൾ വിനോദിനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് തന്നെ പോയി ബ്രീഫ് ചെയ്തു. സാറിനോട് പറഞ്ഞു, സാർ ഈ കേസിലെ പ്രതി ഈ രജീഷല്ല, അതുകൊണ്ടാണിത് ചാർജ് കൊടുക്കാൻ പറ്റാതെ ഇങ്ങനെ ഇത് വെച്ചിട്ടിരിക്കുന്നത്. ഇത് എന്നോടൊപ്പം അന്വേഷിച്ച പലർക്കും അത് മനസ്സിലായിട്ടുണ്ട്. അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. വിനോദാണ് സാർ ഇതിൻ്റെ അത് പ്രതിയെന്ന് നമ്മൾ നേരത്തെ തന്നെ സാറിനോട് പറഞ്ഞു. സാർ അത് ചെയ്തോളം പറഞ്ഞു, നിങ്ങൾ പ്രൊസീഡ് ചെയ്തോളം പറഞ്ഞു. നമുക്ക് 100% സപ്പോർട്ട് ഒരു മേലുദ്യോഗസ്ഥ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി. പിന്നെ എറണാകുളത്താണെങ്കിൽ അന്ന് മറ്റേ ആ സൈമൺ സാറായിരുന്നു കൂടത്തായി കേസ് അന്വേഷിച്ച. സൈമൺ സാറിന് അറിയില്ല, അദ്ദേഹമായിരുന്നു അവിടെ എറണാകുളത്ത് SP എന്ന് തോന്നുന്നു, സൈമൺ സാറായിരുന്നു. അവരുടെ ഭാഗത്തു നിന്നൊക്കെ 100% സപ്പോർട്ട് നമുക്ക് ലഭിച്ചതിൻ്റെ ഫലമായിട്ട് ഈ കേസ്, അല്ലെങ്കിൽ ഒരു മർഡർ കേസിലെ പ്രതിയെ ഒഴിവാക്കാൻ എളുപ്പമല്ല, അത്ര എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തി. ആരെ? രജീഷിനെ, പ്രതിയായിട്ടുള്ള രജീഷിനെയും പോളിഗ്രാഫ് ടെസ്റ്റ് കൂടി നടത്തി. ഇതിന് ശേഷമാണ് അയാളെ പ്രതിസ്ഥാനത്ത് നമ്മൾ ഒഴിവാക്കുന്നത്. ഈ 15 വർഷം പ്രതിയായിരുന്ന ഒരാളെ
നമ്മൾ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയാണ്. പിന്നീട് സാക്ഷിയാക്കി. അയാളെ സാക്ഷിയാക്കി മാറ്റി. നേരെ കേസിൻ്റെ ആ പൊസിഷനൊന്ന് മാറി. പ്രതി സാക്ഷിയായി, പ്രതി സാക്ഷിയായി, സാക്ഷി പ്രതിയായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഉള്ളൊരു അവസ്ഥ ഒന്നാലോചിച്ച് നോക്കും. നമ്മൾ ആ ഒരു രജീഷിൻ്റെ സ്ഥാനത്ത് നമ്മളിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അവനെ എവിടുന്ന് നീതി കിട്ടുവാൻ? ഒരിക്കലും രജീഷിന് നീതി കിട്ടില്ല. അപ്പം എനിക്ക് എൻ്റെ സർവീസിലെ ഏറ്റവും ഒരു സന്തോഷകരമായ ഒരു നിമിഷം അതാണ്. എൻ്റെ സർവീസിൽ ആര് ചോദിച്ചാലും ഈ 31 വർഷ സർവീസിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ്റെ ജീവൻ നിരപരാധിയെ നമ്മൾ നിയമം അനുശാസിക്കുന്ന ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ആ ഒരു ഭരണഘടന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യമാണ് എൻ്റെ ആ ഒരു കേസിൽ നിന്ന് എനിക്കും എൻ്റെ ടീമിന്, ഞങ്ങൾക്ക് എല്ലാവർക്കും അതിന് ബാഡ്ജ് ഓഫ് ഓണർ കിട്ടി. ബാഡ്ജ് ഓഫ് ഓണർ എന്ന് പറഞ്ഞാൽ ഇവിടെ DGPയുടെ മികച്ച കുറ്റാന്വേഷണത്തിനുള്ള അവാർഡ് സംഭവമാണ്. അത് ഞങ്ങൾക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇവർക്ക് എല്ലാവർക്കും കിട്ടിയെന്നുള്ളതാണ്. എല്ലാവർക്കും. ഈ കേസിലെ വിചാരണ പൂർത്തിയായി. പിന്നീട് ആ കേസിൻ്റെ വിചാരണ അത് പിന്നീട് പൂർത്തിയായി. അവിടെ കോടതി ആ ബ്ലഡ് ഇയാളുടെ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഒരു വീഴ്ച സംഭവിച്ചു. പിന്നെ ഇതിൽ കണ്ട ബ്ലഡ് മനുഷ്യ ബ്ലഡാണെന്ന് പറഞ്ഞു. പക്ഷെ മനുഷ്യ ബ്ലഡാണെന്ന് മാത്രം പറഞ്ഞപ്പോൾ അത് ഈ മരിച്ച ആളുടെ വിഭാഗം കൂടി പറയാൻ പറ്റാത്തതുകൊണ്ട് അവിടെ അത് വീഴ്ച സംഭവിച്ചു. ശരിക്കും അത് അന്നത്തെ ആ ഒരു പ്രാഥമിക ഘട്ടത്തിൽ ലോക്കൽ പോലീസിനെ പറ്റിയിട്ടുള്ളൊരു വീഴ്ചയാണ്. അപ്പോൾ ഏതൊരു കേസും തുടക്കത്തിൽ നന്നായിട്ട് കൈകാര്യം ചെയ്തില്ല എങ്കിൽ, നമ്മൾ ഈ മഹസറയിലെന്നൊക്കെ പറഞ്ഞില്ലേ, അതൊരു പ്രാഥമികമായ ഒരു അന്വേഷണമാണ്. ഒരു ദിവസം ചിലപ്പോൾ എടുക്കാറുണ്ട്. ഇൻക്വസ്റ്റ് ഡിലേ ആയെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കുമല്ലോ. ആൾക്കാർ പറയുന്നുണ്ട് ഇൻക്വസ്റ്റ് എന്തിനാ ഈ 4 മണിക്കൂർ, എന്തിനാ 6 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിലേ. പക്ഷേ അവിടെ അന്ന് നമ്മൾ ആ ബോഡി അവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കുറേ ഇവിടെ ചിലപ്പോൾ DNA ഉണ്ടാവും ഇല്ലേ. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ കുത്താൻ വന്നു, എന്നെ കുത്താൻ വേണ്ടി ഇങ്ങനെ കടന്ന് പിടിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ആളെ മാന്തുമ്പോൾ എൻ്റെ ഈ നഖത്തിൻ്റെ ഉള്ളിൽ ഇയാളുടെ ഈ മാംസ ഭാഗങ്ങളുണ്ടാവും ഇല്ലേ. അപ്പോൾ ഇയാൾ മരിച്ചു പോയെന്നിരിക്കട്ടെ, ഇയാൾ മരിച്ചു പോയി, ഈ വിക്റ്റിമായിട്ടുള്ള ആളെ നമ്മളത് പരിശോധന നടത്തി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ DNA സാമ്പിൾ ശേഖരിക്കാനായിട്ട് ഫോറൻസിക് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി നമ്മൾ DNA എടുത്ത് അത് മാത്രം മതി. ശാസ്ത്രീയമായ തെളിവാണ്, വേറെ ഒന്നും വേണ്ട. ഏറ്റവും നല്ല എവിഡൻസാണ്. നമ്മൾ ഇതെല്ലാം മാറ്റി പറയുമല്ലോ, നമ്മൾ ഈ വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തന്നെ ചിലപ്പോൾ കോടതി ചെല്ലുമ്പോൾ മാറ്റി പറയും. പക്ഷേ ഈ ഒരു ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് ചിലപ്പോൾ ഒരു മുടിയായിരിക്കും ഇയാളുടെ ശരീരത്തിൽ, പ്രതിയുടെ ശരീരത്തിൽ ഒരു രോമമായിരിക്കും ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. ഇത് ഇയാളുടെ നിന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 100 DNA പിന്നെ പറയണ്ടല്ലോ, 100% അതൊരു എവിഡൻസാണ്. അപ്പോൾ അതിന് മഹസറിന് വലിയ പ്രാധാന്യമാണ്. പക്ഷേ അവിടെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോടതിയിലേക്ക് ഈ ചോദ്യങ്ങൾ ചോദിച്ച് അയക്കുമല്ലോ. ഇതെല്ലാം ആയുധമെടുത്ത് അയച്ചു നമ്മളൊരു ഫോർവേഡിംഗ് നോട്ട് തയ്യാറാക്കി അയക്കണം. ഇതിലെന്താ, നമ്മൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കണം. ഈ ആയുധം കൊണ്ട് ഇത്തരം മുറിവുണ്ടാകാൻ സാധ്യതയുണ്ടോ, ഇതിൽ ബ്ലഡുണ്ടോ, ബ്ലഡ് നമുക്കൊരു പക്ഷേ ആ ബ്ലഡിൻ്റെ ഒരു പ്രതലത്തിൽ മാത്രമേ എന്തെങ്കിലും സംഭവം ഉണ്ടാവുള്ളൂ. നമ്മുടെ നേത്രം കൊണ്ട് കാണാൻ പറ്റുന്ന ഒരു ബ്ലഡ് എല്ലാം അവിടെ ഉണ്ടാവില്ല. അത് പരിശോധന നടത്തി കെമിക്കൽ ഉപയോഗിച്ച് പരിശോധന നടത്തുമ്പോഴാണ് രാസപ്രക്രിയയുടെ ഫലമായിട്ട് അവിടെ ബ്ലഡ് ഉണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ബ്ലഡ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ചോദിച്ചാലേ അവർ പറയുള്ളൂ. സയൻറ്റിഫിക് പിന്നെ എക്സ്പെർട്ടിനോട് നമ്മൾ എന്ത് ചോദിക്കുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്താണ് ചോദിക്കുന്നത് അതേ അവർ പറയുള്ളൂ, അല്ലാതെ അവർ ആൻസർ തരില്ല. നമ്മൾ ചോദിക്കുന്നത് മാത്രമേ ആൻസർ പറയുക. അവർ വിചാരിക്കുന്നു ഇതിൻ്റെ മറ്റൊരു നോക്കി പറയണം എന്ന് അവർ പറയില്ല. അവർ ചോദ്യങ്ങൾ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്താണോ ആ ചോദ്യങ്ങൾ മാത്രം അവർ ആൻസർ ചെയ്യും. പക്ഷെ അന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ അത് 100% അത് ശിക്ഷയിലേക്കും ഇതിന് മുന്നേ തെളിയിക്കപ്പെട്ടു പോയിരുന്നു. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങിലുണ്ടായിട്ടുള്ള ഒരു പിഴവ്, ആ ഒരു പിഴവ് ഈ കേസിനെ ഇത്രയും കാലം ഒരു ലോങ് പെൻഡിങ് കേസായിട്ട് മാറ്റാനും അത്രയും കാലം വേറൊരാൾ സമൂഹമധ്യേ കുറ്റക്കാരനായി അയാൾ ലൈഫ് തന്നെ പോയി. 22 വയസ്സുകാരൻ ഒരു 15 വർഷം എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ പിന്നെ കുടുംബം, വിവാഹം കഴിക്കുന്നു, ഒരു ജോലി കിട്ടുന്നു. അയാൾക്ക് ഒരിക്കലും ഒരു ജോലി കിട്ടാനുള്ള സാധ്യത ഇല്ലല്ലോ. ഒരു പ്രൈവറ്റ് കമ്പനി പോലും ജോലി കൊടുക്കില്ല, മർഡർ കേസിൽ പ്രതിയാന്ന് പറയും.
അപ്പോൾ അയാളുടെ ലൈഫ് തന്നെ ആ ഒരു മാറിപ്പോയൊരു കാലഘട്ടം ആ ഒരു കേസിലേക്കുണ്ടായി. ഇതാണ് എനിക്ക് ആദ്യം ഷെയർ ചെയ്യാനുള്ളൊരു കേസ്, രാജപ്പൻ മർഡർ എന്നുള്ളൊരു കേസ്. അപ്പോൾ എനിക്കതൊരു അവസരം കിട്ടിയതുകൊണ്ട് തെളിഞ്ഞു എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്കൊരു അത് ഈ മണ്ണിനടിയിൽ അത് പോകുമായിരുന്നു. ഇയാൾ പ്രതിയായി ആരെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് അതിന് ചാർജ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ഉള്ള അതൊക്കെ കൂടി വെച്ചിട്ട് ചാർജ് കൊടുത്തത് അങ്ങനത്തെ ഒരു കേസായി അത് മാറിപ്പോയിരുന്നു. അതാണ് ഏറ്റവും സർവീസിലെ ഏറ്റവും നമ്മൾ എന്നും ഓർത്തിരിക്കുന്നത്, എന്നും എപ്പോഴും ഓർത്തിരിക്കുന്ന സംഭവം. ഇയാളെ പ്രതിയല്ല എന്നുള്ള ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ട് ഇയാളൊരു ദിവസം നമ്മൾ വിളിപ്പിച്ച്, പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറെ ചില സംഭവങ്ങൾ കൂടിയുണ്ട്. വളരെ നമ്മളെ കണ്ണ് നനയിപ്പിച്ച 1-2 അനുഭവങ്ങൾ കൂടി ആ സമയത്തുണ്ടായി. ഇവന് കുറ്റസമ്മതം നടത്തിയല്ല, കുറ്റസമ്മതം നടത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ രാജപ്പൻ്റെ വീട്ടുകാരെ വിളിച്ചു. അവർക്ക് ബോധ്യം വരണ്ടേ. രാജപ്പൻ്റെ മകനുണ്ട്, രാജപ്പൻ്റെ മകളുണ്ട്, ഭാര്യയുണ്ട്. അവർ അന്ന് രാജപ്പൻ്റെ മരണശേഷം ഇവരൊക്കെ ഒരു ജീവച്ഛവം പോലെ ജീവിക്കും. അവർക്ക് വേറെ വരുമാനം വെച്ച് കുട്ടികളല്ലേ. ഇയാളുടെ ഒരു വരുമാനത്തിലാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്, ചെറിയൊരു കുടുംബം. ഇന്നിപ്പോൾ ആ പയ്യന് അവിടെ CNS സ്കൂളിൽ എന്തോ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ടീച്ചറായിട്ടൊക്കെ ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കൺഫഷൻ എന്നോട് നടത്തി കഴിഞ്ഞിട്ട് ഞാൻ രാജപ്പൻ്റെ വീട്ടുകാരെ വിളിച്ചു. രാജപ്പൻ്റെ മകൾ വന്നു, രാജപ്പൻ്റെ മകൻ വന്നു, രാജപ്പൻ്റെ ഭാര്യ വന്നു. അപ്പോൾ അവരിവിടെ നമ്മൾ ചെറുകൂടത്തിൽ അവിടെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവൻ കൺഫസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് മാത്രം ബോധ്യപ്പെട്ടാൽ പോരാ, രാജപ്പൻ്റെ വീട്ടുകാർക്കും ബോധ്യപ്പെടണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവർക്ക് പറയാമല്ലോ, ഒരു കഥ ഉണ്ടാക്കിയാന്ന് പറയാം. അങ്ങനെ രാജപ്പൻ്റെ മകളും മകനും അവർക്ക് ഞാൻ അവിടെ ഇരിക്കാനുള്ള അവസരം കൊടുത്തു. ഇവനൂടെ എൻ്റെ ഈ റൈറ്റ് സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിനോദ് ഇത് ഇവരെയൊക്കെ അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അറിയാം, എല്ലാവരെയും അറിയാം. എന്തിനാണ് വിനോദ് ഇവിടെ വന്നത്, എന്തിനാണ്? സാറ് വിളിച്ചിട്ടാണ് വന്നത്. അപ്പോൾ എന്തിനാണ് ഞാൻ വിളിപ്പിച്ചത്? ഈ കേസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞോളൂ, ഇത് കേൾക്കേണ്ട ഇവരാണ്. അവരുടെ അച്ഛനാണ്, ആ കുട്ടിയുടെ അച്ഛനാണ് നഷ്ടപ്പെട്ടത്. ആ കുട്ടി കരച്ചിട്ട് തുടങ്ങി. ആ കുട്ടിയുടെ അച്ഛനാണ് നഷ്ടപ്പെട്ടത്. ഇതിലേക്ക് എന്താ പറയാനുള്ളത്? രാജപ്പൻ എങ്ങനെയാണ് മരിച്ചത്? അപ്പോൾ അവനിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഞാൻ കുത്തിയതാണ്, ഞാൻ കുത്തിയത് രജീഷിനെയാണ്. അപ്പോൾ ആ കുട്ടി ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ അങ്കിളന്ന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ അങ്കിളിനോട് ചോദിച്ചില്ലേ അച്ഛൻ എന്തേന്ന് ചോദിച്ചില്ലേ? അപ്പോൾ അങ്കിൾ എന്താ പറഞ്ഞത്? വരുമെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ കുത്തിയിരുന്നെങ്കിൽ ഒന്ന് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി നോക്കില്ലായിരുന്നു. ഞങ്ങൾ പോയി നോക്കിയിരുന്നെങ്കിൽ അച്ഛൻ ഇന്ന് ജീവിച്ചിരിപ്പില്ലേ? നിങ്ങളെന്താ അങ്ങനെ ചെയ്യായിരുന്നത് എന്ന് പറഞ്ഞാൽ കുട്ടി അങ്ങ് പിന്നെ അതിൻ്റെ കൺട്രോൾ പോയി. അവിടെ വീണു. ആ കുട്ടി ഇമോഷണൽ ആയിട്ട് അവിടെ വീണു. പിന്നെ അമ്മ കെട്ടിപ്പിടിച്ച് വാരിയെടുത്ത് അവരും എന്തൊക്കെയോ ഇവരോട് ചോദിക്കുന്നു. അവർക്കും കാര്യം മനസ്സിലായി, എന്താ സംഭവം എന്നുള്ളത് അവർക്കും മനസ്സിലായി. അങ്ങനെ ആ ഒരു നമുക്കത് കൺവിൻസ് ചെയ്യാനും കഴിഞ്ഞു എന്നുള്ളതാണ്. വീട്ടുകാരെ കൃത്യം അവനെല്ലാം പറഞ്ഞു. വീട്ടുകാരോടെല്ലാം എൻ്റെ മുന്നിൽ ഇരുന്നിട്ട് എല്ലാ സംഭവങ്ങളും പറഞ്ഞു. ആ വീട്ടുകാരോട് പറഞ്ഞ് അവനത് കുറ്റം ഏറ്റ് പറഞ്ഞു. ഞാനത് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, എനിക്കങ്ങനെ തെറ്റുപറ്റി എന്നുള്ള പെട്ടെന്നുള്ള രാജപ്പേട്ടന് അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള തരത്തിൽ ഇവൻ്റെ കാഴ്ചപ്പാടിൽ അവിടുത്തെ ഒരു പിന്നെ നല്ല ആരോഗ്യമുള്ള ഒരാൾ, ഉത്തമ പുരുഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിലുള്ള ആരോഗ്യമുള്ള ഒരാൾ, ഡെയിലി ഇവൻ്റെ ചെത്താനൊക്കെ പോയി ചെത്തുകാരൻ, നല്ല മസിൽസൊക്കെ ഉള്ള ഒരാൾ, ആൾക്കൊരിക്കലും ഈ ഒരു കുത്തു കൊണ്ടാലും അങ്ങനെ സംഭവിക്കില്ല എന്നുള്ള. പിന്നെ കുത്തു കൊള്ളുമ്പോൾ എന്തായാലും അവിടെ ഒരു സൗണ്ട് ഉണ്ടാവില്ല. എനിക്ക് കുത്ത് കിട്ടിയാലും താങ്കൾക്ക് കുത്ത് കിട്ടിയാലും ഒരു സഡൻ ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവൻ അത് പിന്നെ അവൻ വഴിമാറി പോകുന്നതും അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. അവന് മനസ്സിലായിട്ടുണ്ട് അബദ്ധം അവന് മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുക? മറ്റൊരു അന്വേഷിച്ച് കിട്ടിയില്ലേ തിരിച്ച് ഇവിടെ വരണ്ടേ, ഈ സ്ഥലത്ത് വരണ്ടേ? രായപ്പേട്ടന് ആണോ കുത്ത് കിട്ടിയത്, രായപ്പേട്ടനാണ് കിടപ്പുണ്ടോ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊന്നും അവന് ഉത്തരമില്ല. അപ്പോൾ നീ അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലേ ചെയ്തതെന്നുള്ള ചോദ്യത്തിനൊന്നും അവനൊരിക്കലും ഉത്തരം തന്നില്ല. പക്ഷെ ഞങ്ങൾ അത് കുറ്റപത്രം കൊടുത്തത് ഈ തരത്തിൽ ഇങ്ങനെ മറ്റേയാളെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് ആക്സിഡൻ്റലി കൊണ്ട് അത് വേണ്ട ചികിത്സയോ കാര്യങ്ങളോ കൊടുക്കാത്തത് മൂലം
മരണപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള ഒരു കുറ്റപത്രമാണ് നമ്മൾ ഒന്ന് കോടതിക്ക് കൊടുത്തത്. ഇത് ഇവൻ ശിക്ഷിക്കപ്പെടുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾ കണ്ടത് ഈ മറ്റേയാൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഒരു നിരപരാധി രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യമാണ് അന്ന് ഞങ്ങളുടെ ക്രൈംബ്രാഞ്ചിന് ഉണ്ടായത്.